call is now being recorded. This call is now taking notes. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാരായണീയ പഠനം ഒന്നാമത്തെ ദശകം നമ്മൾ പൂർത്തിയായി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദശകത്തിലേക്കാണ് കടക്കുന്നത്. ഏതായാലും ഒരു ദിവസം ഒരു ദശകം എഴുതി ആ തരത്തിലാണ് ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചത്. ഒരു ദിവസം 10 ശ്ലോകങ്ങൾ, ഒരു ദശകം പൂർത്തിയാക്കുന്ന രീതിയിൽ ആണ് എഴുതി തുടങ്ങിയത്. അങ്ങനെയുള്ള ഒരു വലിയൊരു വ്രതത്തോടു കൂടി, ഒരു വ്രതം തന്നെ ആയിരുന്നു, ശരിക്കും ഒരു യജ്ഞം തന്നെ ആയിരുന്നു ഭട്ടതിരിപ്പാട് ചെയ്തത്. ഒരു ദിവസം ഒരു 10 ശ്ലോകം എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ആ 10 ശ്ലോകങ്ങൾ തന്നെ എല്ലാ അർത്ഥത്തിലും പരിപൂർണവുമാണ്. ഭക്തി ഏറ്റവും അധികം ഭക്തിരസം ഉള്ളതാണ്. സംസ്കൃത വ്യാകരണം വളരെയധികം ഉള്ളതാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അതൊക്കെ അതിൻ്റെ പ്രൗഢിയെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്നാമത്തെ ദശകത്തിലുണ്ടായിരുന്ന ശ്ലോകങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രൗഢി. ഒട്ടും കുറവില്ല എന്ന് പറയാം രണ്ടാമത്തെ ദശകവും. ഏതായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ദശകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ദശകം എന്ന് പറഞ്ഞാൽ അത് വൃത്തം വേറൊരു വൃത്താണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞത് ശ്രദ്ധര എന്നുള്ള വൃത്താണ് പറഞ്ഞിരുന്നത്. ഇത് ശാർദൂല വിക്രീഡിതം എന്നുള്ള പേരുള്ള ഒരു വൃത്തം. അത് ഇതിനേക്കാൾ കുറച്ച് 2 അക്ഷരം കുറവാണ് ഒരു ശ്ലോകത്തിൽ വരിക. അങ്ങനെയുള്ള ഒരു വൃത്താണ് ശാർദൂല വിക്രീഡിതം. അപ്പൊ ഇതില് ഒന്നാമത്തെ ദശകത്തില് ഭഗവാന്റെ നിഷ്കളമായിട്ടുള്ള, നിഷ്കളം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്ത, അങ്ങനെയുള്ള ഒരു രൂപത്തെയും മാഹാത്മ്യത്തെയും ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അതില് അവര് ധന്യന്മാരായിട്ടുള്ള ആൾക്കാര് അതിൽ രമിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ തരത്തിലുള്ള ഭഗവാന്റെ ഈ സ്വരൂപം, അതിനോട് അനുബന്ധമായിട്ട് തന്നെ വരുന്ന ഭക്തിയുടെ പ്രാധാന്യം, മഹത്വം, ഇതൊക്കെ ഉണ്ട്. അതോട് അനുബന്ധിച്ച് വരുന്നതാണ് ഭക്തി. ആ ഭക്തിയെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഈ രണ്ടാമത്തെ ദശകത്തില് പറയുന്നത്. ഭഗവാന്റെ സ്വരൂപമാധുര്യവും ഭക്തി മഹത്വവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേരായിട്ട് പറയാൻ പറ്റുന്നത്. ഏതായാലും നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം തുവദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അതിനെ പദം മുറിക്കുന്ന സമയത്ത് സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം തുവദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഇത്രയാണ് പദങ്ങൾ വരുന്നത്. അപ്പോ സൂര്യസ്പർദ്ധി, ഇപ്പോ ഇത് മനസ്സിലാക്കുമ്പോ സൂര്യസ്പർദ്ധി കിരീടം, കിരീടം സ്പർദ്ധി കിരീടം, സൂര്യസ്പർദ്ധി കിരീടം, സൂര്യസ്പർദ്ധി സ്പർദ്ധി, സൂര്യസ്പർദ്ധി അക്ഷരങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിക്കുന്നത്. സൂര്യസ്പർദ്ധി കിരീടം, കിരീടം എന്ന് പോരാ, സൂര്യസ്പർദ്ധി കിരീടം.
അതിന്റെ കൂടെ ഊർധ്വ തിലക പ്രോദ്ഭാസി ഫാലാന്തരം. ഊർധ്വ, അവിടെ അതെ ഊ അർധ്വ ഊർധ്വ തിലക, തിലക എന്ന് പോരാ, തിലക എന്ന് തന്നെ വേണം. ഊർധ്വ തിലക പ്രോ, പ്രോ തിലക പ്രോ എന്ന് പോരാ, തിലക പ്രോദ്ഭാസി, പ്രോദ് ഭാസി, പ്രോദ്ഭാസി, ഭ എന്നുള്ളത് ഒരു മുഴങ്ങുന്ന രീതിയിൽ വരണം. പ്രോദ്ഭാസി. പിന്നെ ഫ, അത് ഖരം, അതിഖരമായിട്ടുള്ള അക്ഷരാണ് ഫ എന്നുള്ളത്. ഫാലാന്തരം, എന്ത എന്നാണ്, എന്താന്ന് പോരാ, ഫാലാന്തരം. അപ്പോ സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, രണ്ടും കൂടി കൂടുമ്പോഴേ രണ്ട് പദങ്ങളാണ് അതിൽ വന്നത്. അവിടെ കിരീടം എന്നുള്ള അനുസ്വാരം വന്നു, അത് കഴിഞ്ഞിട്ട് ഊർധ്വതിലക എന്നും വന്നു. രണ്ടും കൂടി കൂടുമ്പോൾ അനുസ്വാരം മകാരായിട്ട് കിരീടമൂർധ്വ, മൂർധ്വ എന്നാവും. അങ്ങനെ വരുമ്പോ സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. രണ്ടും വേറെ ചൊല്ലി നോക്കണം, ചൊല്ലി നോക്കാം. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. ഇനി രണ്ടാമത്തെ വരിയില് കാരുണ്യാകുല നേത്രം, കാരുണ്യാകുല നേത്രം, കാരുണ്യാകുല നേത്രം, കാരുണ്യാകുല നേത്രം ഒരുമിച്ചാണെങ്കിലും അവിടെ ശരിക്കും മൂന്ന് പദങ്ങളാണ്. ഇപ്പൊ സൂര്യസ്പർദ്ധി കിരീടം എന്നുള്ളതിൽ സൂര്യ സ്പർദ്ധി കിരീടം മൂന്ന് പദങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒറ്റപ്പദമാണ്. അതുപോലെ ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം എന്നുള്ളതിൽ ഊർധ്വ തിലക, ഊർധ്വ ഒരു പദം, തിലക ഒരു പദം, പ്രോദ്ഭാസി അടുത്ത പദം, ഫാലാന്തരം, അങ്ങനെ 4 പദങ്ങൾ കൂടിയിട്ടാണ് ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. ഇവിടെ കാരുണ്യാകുല നേത്രം, അവിടെ കാരുണ്യ ആകുല എന്നാണ് കേട്ടോ, അത് ഓർമ്മിക്കണം. കാരുണ്യാകുല എന്നല്ല എന്നർത്ഥം, കാരുണ്യ ആകുല എന്നാണ്. കാരുണ്യാകുല നേത്രം, കാരുണ്യ ആകുല നേത്രം, കാരുണ്യാകുല നേത്രം. പിന്നെ ആർദ്ര ഹസിതോല്ലാസം, ആർദ്ര, ആർദ്ര, ആർദ്ര എന്നൊരു പദം, ഹസിത എന്ന ഒരു പദം, ഉല്ലാസം എന്ന ഒരു പദം. ആർദ്ര ഹസിത, ഹസിത ഉല്ലാസം കൂടുമ്പോഴാണ് അകാരവും ഉകാരവും കൂടി കൂടുമ്പോൾ ഓകാരാവുകയാണ്, ഹസിതോല്ലാസം എന്നാവും. ആർദ്ര ഹസിതോൽ, ആർദ്ര എന്നേ വേണ്ടു കേട്ടോ, ആർദ്ര എന്നൊന്നും ആവരുത്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ആർദ്ര ഹസിതോല്ലാസം, ആർദ്ര ഹസിതോല്ലാസം. അവിടെ രണ്ടും കൂടി കൂടുമ്പോൾ അനുസ്വാരം മകാരായിട്ട് തന്നെ കാരുണ്യാകുല നേത്രം ആർദ്ര ഹസിതോല്ലാസം, ആർദ്ര, അവിടെയും അനുസ്വാരം മകാരായിട്ട് നേത്രം ആർദ്ര, അപ്പോ നേത്രമാർദ്ര എന്നാവും. കാരുണ്യാകുല നേത്രമാർദ്ര ഹസിതോല്ലാസം. സുനാസാപുടം, പുടം എന്ന് പോരാ, പുടം, സുനാസാപുടം. കാരുണ്യാകുല നേത്രമാർദ്ര ഹസിതോല്ലാസം സുനാസാപുടം. ഇനി അടുത്ത വരിയിലേക്ക് കടക്കുമ്പോ ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം, യുഗം കുണ്ടലയുഗം, ആഭകുണ്ടലയുഗം, മകരാഭകുണ്ടലയുഗം.
ഉദ്യന്മകരാഭകുണ്ടലയുഗം, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, അങ്ങനെ വരിക. ഗണ്ഡ, ഗണ്ഡ ഉദ്യൻ, ഗണ്ഡ ഉദ്യൻ, അത് ഗണ്ഡോദ്യൻ എന്നായി. ഗണ്ഡോദ്യത്ത്, ഉദ്യത്ത് ആണ്, ഗണ്ഡ ഉദ്യത്ത്, അത് ഗണ്ഡോദ്യത്ത് ആയി. പിന്നെ മകര കൂടുമ്പോൾ ഗണ്ഡോദ്യത്ത് മകര, അവിടെ ഗണ്ഡോദ്യത്ത് എന്നാവുമ്പോൾ ആ ത് എന്നുള്ളതിന് ചെറിയൊരു മാറ്റം വന്നിട്ട് അതിന്റെ തഥ നായായി മാറും. ഗണ്ഡോദ്യന് മകര, അപ്പൊ ന്മാന്നാവും, ഗണ്ഡോദ്യൻ മകര. പിന്നെ ആഭ കൂടുമ്പോൾ മകരാഭ എന്നാവും, ഗണ്ഡോദ്യൻ മകരാഭ. പിന്നെ കുണ്ടല, കുണ്ടല എന്നേ പറയാൻ പാടുള്ളൂ, ണ്ടാന്നാവരുത്. കാരണം കുണ്ടലം വളരെ ലോലായിട്ടുള്ള സാധനമാണ്, അധികം ശക്തി കൊടുത്താൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് കുണ്ടല എന്ന് പറഞ്ഞാൽ മതി. കുണ്ടലയുഗം, ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം. പിന്നെ കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠ ഉജ്വലത് കൗസ്തുഭം, അങ്ങനെയാണ് പദങ്ങൾ വരിക. ആ മൂന്നും കൂടി ഒറ്റപ്പദമാണ് കേട്ടോ. കണ്ഠോജ്വലത് കൗസ്തുഭം ഒറ്റപ്പദമാണ്, സമസ്തപദമാണ്. അപ്പൊ അവിടെ ആ സമസ്തപദത്തിൽ വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? കണ്ഠ എന്നുള്ളത്, ഉജ്വലത്ത് എന്നുള്ളത്, കൗസ്തുഭം എന്നുള്ളത്. അപ്പൊ കണ്ഠ ഉജ്വലത്ത്, കണ്ഠ എന്നാണ് ഠ അധികരായിട്ടുള്ള അക്ഷരാണ്. കണ്ഠോജ്വ, ജ്വ ജീവുക, കണ്ഠോജ്വലത്ത് കൗസ്തുഭം, കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠോജ്വലത് കൗസ്തുഭം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, കണ്ഠോജ്വലത് കൗസ്തുഭം. പിന്നെ ത്വദ്രൂപം, അവിടെ ത്വത് രൂപം ആണ്, ത്വദ്രൂപം. നമുക്കൊക്കെ പറ്റുന്ന, പലർക്കും പറ്റുന്നതാണ്. ത്വദ്രൂപം എന്ന് ചൊല്ലും, ത്വദ്രൂപം എന്ന് ചൊല്ലും. അത് തെറ്റാണ്. തോ എന്നല്ല, അത് താ താ തീ തീ തൂ തൂ അങ്ങനെ പറഞ്ഞിട്ടുള്ള തോ ആണ്, അതല്ല രൂപം. ത്വ, വാ ഉണ്ട് അവിടെ, ത് വ് ആയാണ് ത്വ. അപ്പൊ ത്വ, ആ വാ കേൾക്കണം. ത്വത്, ത്വത് രൂപം, ത്വദ്രു, ദ് രു കൂടുമ്പോ ത്വദ്രു. ദ് എന്നുള്ളതിൽ ശക്തി കൂടുതൽ കൊടുക്കാനും പാടില്ല, കാരണം ദ എന്നുള്ളത് ദകാരം മൃദുവായിട്ടുള്ള അക്ഷരമാണ്. അപ്പോൾ ത്വദ്രു, ത്വദ്രു, ത്വദ്രൂപം, ത്വദ്രൂപം. പിന്നെ വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം, അടുത്ത പദം സമസ്തപദം. വനമാല്യ ഹാര, ഹാര എന്നുള്ളത് ഒറ്റയല്ല, ഹാരപടല കൂടിയിട്ടാണ് ഹാരപടല. വനമാല്യ ഹാരപടല ശ്രീവത്സ, ചിലപ്പോൾ ശ്രീവത്സ എന്ന് ചൊല്ലാൻ നമുക്കൊക്കെ തോന്നും. ശരിക്കും സംസ്കൃതത്തിൽ വത്സ എന്നാണ് ചൊല്ലേണ്ടത്, മലയാളികൾ ശ്രീവത്സ എന്നൊക്കെ ചൊല്ലാറുണ്ട്. ഏതായാലും പരമാവധി സംസ്കൃതത്തിലേക്ക് തന്നെ കടക്കുക, അതാണ് അതിന്റെ ഭംഗി ഉണ്ടാവുക. വനമാല്യഹാരപടല ശ്രീ, ശ്രീ തന്നെ വേണം, ശ്രീ ആവരുത്, ശ്രീ ആവരുത്, ശ്രീ, ശ എന്നാണ് അക്ഷരം. വനമാല്യഹാരപടല ശ്രീവത്സ ദീപ്രം ഭജേ, ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഇനി നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് കടക്കണം. അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നോക്കാം. സൂര്യ സ്പർദ്ധി കിരീടം, സൂര്യൻ
ആ സൂര്യന് സ്പർദ്ധയുണ്ടാകുന്ന തരത്തിലുള്ള എന്നർത്ഥം. സൂര്യന് സ്പർദ്ധ ഉണ്ടാവുന്ന തരത്തിലുള്ള. കാണുന്നില്ലേ ഇപ്പോ? അപ്പൊ ഏതായാലും സൂര്യസ്പർദ്ധി, സൂര്യന് സ്പർദ്ധയുണ്ടാവുന്ന തരത്തിലുള്ള. കാണുന്നില്ല കേട്ടോ. ഇല്ല അല്ലെ? ആയിക്കോട്ടെ, ഞാൻ ഒന്ന് നോക്കട്ടെ. എനിക്ക് കാണുന്നില്ല, മറ്റുള്ളവർക്ക്. ഇല്ല, എവിടെയും കാണുന്നില്ല. പ്രസന്റിംഗ് കാണിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലായി മനസ്സിലായി. എന്റെ വിഷയം മനസ്സിലായി. ഇപ്പോൾ കാണാൻ ഹരിയേട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കോള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എയർപ്ലെയിൻ മോഡ് ആക്കിയതാണ്. അപ്പൊ അതൊക്കെ അതിന്റെ നഷ്ടപ്പെട്ടല്ലോ, അതാണ് സംഭവം. പിന്നെ വൈഫൈ ആക്കി. അപ്പം സൂര്യസ്പർദ്ധി കിരീടം, സൂര്യസ്പർദ്ധി, സൂര്യന് സ്പർദ്ധ എന്ന് പറഞ്ഞ മത്സരമാണ്. സ്പർദ്ധ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹിന്ദിയൊക്കെ അറിയുന്നവർക്കൊക്കെ അറിയാണ്ടാവും. സ്പർദ്ധയുണ്ടാവുന്ന തരത്തിലുള്ള കിരീടം. അപ്പൊ സൂര്യന് മത്സരിക്കാൻ പറ്റിയത് എന്നർത്ഥം. അങ്ങനെയുള്ള കിരീടം ഭഗവാന്റെ വർണ്ണനയാണ് ഭഗവാനെ കുറിച്ചുള്ള. അപ്പൊ സൂര്യന് മത്സരിക്കാൻ പറ്റിയ കിരീടമാണ്. അപ്പോ ആർക്കാണ് കൂടുതൽ ശോഭ എന്നുള്ള കാര്യത്തിൽ മത്സരിക്കാം. ഈ പറഞ്ഞതിനർത്ഥം മത്സരിക്കുക പൊതുവെ അവനവനേക്കാൾ മേലെയുള്ളവരോടാണല്ലോ. അതുകൊണ്ട് തന്നെ സൂര്യനേക്കാളും ശോഭ കൂടിയതായിട്ടുള്ള കിരീടം, അതാണ് സൂര്യസ്പർദ്ധി കിരീടം. പിന്നെ ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം. ഊർധ്വതിലകം, തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട്. അപ്പൊ ഊർധ്വതിലകം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള പൊട്ട്. ചന്ദനാണ്, അത് ഗോപിയായിട്ടുള്ള കുറി, ഗോപിക്കുറിയാണ്. മുകളിലേക്കുള്ള കുറി, ഗോപിക്കുറി. ഊർധ്വതിലകം, മുകളിലേക്കുള്ള കുറി കൊണ്ട്, ആ തിലകം കൊണ്ട്, പ്രോദ്ഭാസി, പ്രകർഷേണ ഉദ്ഭാസി. പ്രകർഷേണ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്നർത്ഥം. ഉദ്ഭാസി എന്ന് പറയുമ്പോ ഭാസി എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, ഭാസിതം, ശോഭിക്കുക, നന്നായിട്ട്. അപ്പോ ഒരു ശോഭിക്കുന്നത് നല്ല തരത്തിലുള്ള ശോഭയാണ്. അതുകൊണ്ട് തന്നെ ഉദ്ഭാസി, നന്നായിട്ട് ശോഭിക്കുന്ന തരത്തിലുള്ള ഫാലാന്തരം. ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. ആ നെറ്റിയില് ഗോപിക്കുറിയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഈ പദങ്ങള് ചിട്ടപ്പെടുത്തുന്നതിന്റെ ഗുണമാണ്. നല്ല നല്ല പദങ്ങളാണ്. പ്രോദ്ഭാസി ഫാലാന്തരം, അങ്ങനെയുള്ള നെറ്റിത്തടത്തോടുകൂടി. പിന്നെയോ കാരുണ്യാകുല നേത്രം, കാരുണ്യം കൊണ്ട് ആകുലമായ നേത്രം. കാരുണ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ കാരുണ്യം തന്നെ എപ്പോഴും ദയയൊക്കെ ഉള്ള തരത്തിലുള്ള, അത് ആകുലം. ദയ ഇങ്ങനെ കവിഞ്ഞൊഴുകുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കാരുണ്യം കൊണ്ട് ആകുലമായിട്ടുള്ള. ആകുലം, കുലം എന്ന് പറഞ്ഞാല് കുലം എന്നുള്ള വാക്കിന് നദിയുടെയൊക്കെ കര എന്നുള്ള ഒരർത്ഥത്തിലൊക്കെ പറയും. അപ്പോ ആകുലം എന്ന് പറഞ്ഞാൽ കരയും കവിഞ്ഞ് പോകുന്ന അവസ്ഥ. അപ്പോ കവിഞ്ഞൊഴുകുക, അതാണ് ആകുലം എന്നുള്ള വാക്കിന്. ആസമന്താൽ ഒക്കെ ആകുല നേത്രം. അപ്പൊ കാരുണ്യം ഒഴുകുന്നതായിട്ടുള്ള നേത്രം, കണ്ണുകള്. കണ്ണ് എന്നേ ഉള്ളൂ, എന്നാലും കണ്ണുകൾ എന്നുള്ള ഉദ്ദേശം തന്നെ. കാരുണ്യാകുല നേത്രം. ആർദ്രഹസിതോല്ലാസം, ആർദ്രഹസിത ഉല്ലാസം. ഹസിതം ഉല്ലാസം, ആർദ്രഹസിതം.
ആർദ്രം എന്ന് പറഞ്ഞാല് ഈ നനഞ്ഞ തരത്തിലുള്ള എന്നർത്ഥം. അപ്പൊ നല്ല കുളിർമയുള്ള എന്നർത്ഥം. നനഞ്ഞത്, കുളിർമയുള്ള, നല്ല കുളിരണിയിക്കുന്ന തരത്തിലുള്ള ആർദ്രം. ഹസിതം, ചിരി. ഹസിത ഉല്ലാസം, ആർദ്രഹസിതോല്ലാസം. അങ്ങനെയുള്ള കുളിർമയുള്ള തരത്തിലുള്ള പുഞ്ചിരി കൊണ്ടുള്ള പ്രകാശത്തോടു കൂടിയ ആള്. അങ്ങനെയുള്ള പ്രകാശത്തോടും. പിന്നെയോ സുനാസാപുടം, നല്ല നാസാപുടം, മൂക്ക്, നല്ല മൂക്കിനോട് കൂടിയ എന്നർത്ഥം. മനോഹരമായ മൂക്കിനോട് കൂടിയ, നല്ല വലിപ്പത്തിലുള്ള മൂക്കിനാണ് മനോഹരമായിട്ടുള്ളതായിട്ട് മുമ്പ് കാലത്ത് പറയാം. സുനാസാപുടം. പിന്നെ ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം. കുണ്ടലയുഗം ഉണ്ട്. കുണ്ടലയുഗം, യുഗം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. കുണ്ടലയുഗം എന്ന് പറഞ്ഞാൽ രണ്ട് ചെവികളിലും കുണ്ടലങ്ങളുണ്ട്. അതെങ്ങനെയുള്ളതാണ്? ആഭകുണ്ടല, നല്ല ശോഭിക്കുന്നതാണ്. ആഭ ഏതു? മകരാഭ, മകരാഭ കുണ്ടലയുഗം, മകരകുണ്ടലങ്ങളാണ്. ശോഭയുള്ള മകരകുണ്ടലങ്ങൾ രണ്ടെണ്ണം. ഇപ്പൊ ഉദ്യൻ മകരാഭ കുണ്ടലയുഗം. അപ്പൊ അത് ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗാണ്. ഗണ്ഡം എന്ന് പറഞ്ഞാല്, ഗണ്ഡം കവിളാണ്, കവിള്. ആ കവിളിൽ ഉദ്യൻ മകരാഭ കുണ്ടലയും. ആ കവിളിൽ ഇങ്ങനെ ഈ കുണ്ടലത്തിന്റെ തേജസ് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ സ്ഫുരിക്കുകയാണ്. ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ വെളിച്ചം തട്ടിയിട്ട് ഇങ്ങനെ പരക്കും. അതേപോലെ ഭഗവാന്റെ കവിൾത്തടത്തില് ഈ കുണ്ടലം ഇവിടെ ഇങ്ങനെ കാതിൽ തൂക്കിയിട്ടാൽ അതിങ്ങനെ ഇവിടെ വരുന്നുണ്ട്. അത് ഇങ്ങനെ ഈ കവിളുമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ആ കവിളു ഈ പറഞ്ഞ പോലെ നല്ല മനോഹരമായിട്ടുള്ള കവിളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ പിന്നെ അതങ്ങനെ വെട്ടിത്തിളങ്ങും. അവിടെ ഇതിന്റെ ശോഭ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെയുള്ള രണ്ട് മകരകുണ്ടലങ്ങളുണ്ട്. അത് ഇവിടെ കവിൾത്തടത്തിൽ അങ്ങനെ തിളങ്ങുന്നുണ്ട് എന്നർത്ഥം. അതിന്റെ ശോഭ ഇവിടെ ഇങ്ങനെ സ്ഫുരിക്കുന്നുണ്ട്. പിന്നെ ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലികം. കണ്ഠോജ്വല കൗസ്തുഭം, കണ്ഠത്തിൽ ഉജ്ജ്വലത്തായിരിക്കുന്ന കൗസ്തുഭം. കണ്ഠത്തില്, കഴുത്തില് ഉജ്ജ്വലത്ത്, ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ കൗസ്തുഭം. കൗസ്തുഭം എന്നു പേരായിട്ടുള്ള ഒരു മണിയുണ്ട്, കൗസ്തുഭം. കണ്ഠോജ്വല കൗസ്തുഭം. പിന്നെയോ വനമാല്യഹാര വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം. വനമാല്യം എന്ന് പറഞ്ഞാൽ വനമാലകള്. വനമാലയുണ്ട്. വനമാല എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ, വനത്തിൽ നിന്നും കിട്ടുന്ന അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാലയാണ് വനമാല. ആ വനമാല്യഹാര. ആ വനമാല്യം മാല എന്ന് പറഞ്ഞാല് മാല. ആ മാലയ്ക്ക് ഉപയോഗിക്കുന്നതാണ് മാല്യം, പുഷ്പങ്ങൾ എന്നർത്ഥം. ആ വനമാല്യങ്ങളെ കൊണ്ട് വനമാല ഉണ്ടാക്കിയത്. വനമാല്യങ്ങളെ കൊണ്ട്, വനത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള ഹാരം. പിന്നെ പലതരത്തിലുള്ള മുത്ത് മാലകൾ വേറെ ഉണ്ട്. ഇതിന്റെയൊക്കെ കൂട്ടങ്ങൾ ധാരാളം, ഒന്നൊന്നുമല്ല, അങ്ങനെ കുറെ മാലകളൊക്കെ ഉണ്ട്, മാലകള്. പിന്നെ ശ്രീവത്സദീപ്രം, ശ്രീവത്സം അതുണ്ട്. ശ്രീവത്സം കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ ദീപ്രം, ശ്രീവത്സ ദീപ്രം. ദീപ്രം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നുള്ള അർത്ഥം. അപ്പൊ വനമാലയുണ്ട്. വനമാലകൾ എന്നല്ല, വനമാലയും അതുപോലെ പലതരത്തിലുള്ള മാലകളെ കൊണ്ടും പിന്നെ ശ്രീവത്സത്തോടും ശോഭിക്കുന്നതായിട്ടുള്ള എന്നർത്ഥം. ശ്രീവത്സം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ മാറിടത്തിൽ ഉള്ള, വക്ഷസ്സിൽ ഉള്ളതായിട്ടുള്ള അടയാളമാണ്. അത് ഭൃഗു മഹർഷിയുടെ കാലടയാളമാണെന്ന് പറയുന്നു. ഏതായാലും ആ ശ്രീവത്സത്തോടും കൂടിയുള്ളതായ ആ ഭഗവാനെ അഹം ഭജേ. ഇതിനെയൊക്കെ ഞാൻ ഭജിക്കുന്നു, ഈ ഓരോന്നിനെയും ഞാൻ ഭജിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക. പിന്നെ വേറെ, പിന്നെ ഇതിന്റെ പറയുമ്പോ ഭഗവാന്റെ കിരീടം, സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടം, സൂര്യസ്പർദ്ധി കിരീടം, സ്വർണ്ണ കിരീടം, ഗോപിക്കുറി,
മകരകുണ്ടലം, കൗസ്തുഭം, വനമാല, ശ്രീവത്സം, ഇതൊക്കെ സാധാരണ മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിന്മേൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഈ അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് പ്രസിദ്ധമാണ്. അതാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ മകരകുണ്ടലം എന്ന് പറഞ്ഞാൽ മകരമത്സ്യത്തിന്റെ, മകരം എന്ന് പേരായുള്ളൊരു മത്സ്യം, മകരമത്സ്യം. ആ മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഈ കുണ്ടലം ഉള്ളത്. മകരകുണ്ടലം, മത്സ്യകുണ്ടലം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കുണ്ടലം, മകരം കുണ്ടലം. ഈ കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ഒരു രത്നമാണ്. വനമാല എന്ന് പറഞ്ഞാല് ഈ 6 ഋതുക്കൾ ഉണ്ടല്ലോ, ഈ 6 ഋതുക്കളിലും വിശേഷമായിട്ട് കിട്ടുന്ന പൂക്കള്, അതുപോലെയുള്ള പൂക്കൾ മാത്രമല്ല, ചില തളിരുകളും ഉണ്ടാവും, ഭംഗിയുള്ള ചില തളിരുകൾ ഉണ്ടാവും. ആ തളിരുകളും ഇതൊക്കെ ഇടകലർത്തിയിട്ട് അതിന്റെ നടുക്ക് കടമ്പിന്റെ പൂവ് കോർത്തുണ്ടാക്കിയ ഒരു മാല. അതിങ്ങനെ താഴെ മുതൽ മേലെ മുതൽ താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു മാലയാണ്, അല്ലെങ്കിൽ മേലെ മുതൽ താഴെ വരെ നീണ്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു മാല. അതാണ് ആജാനു മുട്ടുവരെ കിടക്കുന്ന ആജാനുലംബിനി മാല സർവർത്ത് കുസുമോജ്വല. മുട്ടുവരെ ഉണ്ട് അതിന്റെ വലിപ്പം. സർവ ഋതു കുസുമോജ്വല, എല്ലാ ഋതുക്കളിലുള്ള കുസുമങ്ങളെ കൊണ്ട് ഉജ്ജ്വലമാണ്. മധ്യേ സ്ഥൂല കദംബാഠ്യ, നടുക്ക് വലിയതായ കദംബം, കടമ്പിന്റെ പൂവ്. അങ്ങനെയൊക്കെയുള്ളതാണ് വനമാല എന്ന് പറയുന്നത്. പിന്നെ വേറൊരു തരത്തിലും പറയുന്നുണ്ട് വനമാലയ്ക്ക്. തുളസി കുന്ദ മന്ദാര പാരിജാത പ്രസൂനകൈ പഞ്ചഭ്യഗ്രഥിതാമാല വനമാലേതി കഥ്യത. തുളസി, കുന്തം, മന്ദാരം, തുളസി, മുല്ല, മന്ദാരം, പാരിജാതം, ഇങ്ങനെയുള്ള ഇതിനെ കൊണ്ടൊക്കെ ഉള്ളത് മലയാണ് വനമാല എന്നും വേറെ തരത്തിൽ പറയുന്നു. ഏതായാലും അങ്ങനെയുള്ള നല്ലൊരു ശ്ലോകം. സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം തുഭദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ശ്ലോകം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമത് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതി പദാം മൂർത്തിം തവാർത്തിച്ഛിദം. അപ്പൊ ഇത് പദം പറയുമ്പോ, പദങ്ങളെ മുറിക്കുന്ന സമയത്ത് ആദ്യത്തെ 2 വരി കൂടിയത് ഒരൊറ്റ പദമാണ്. ഒറ്റപ്പദമാണ്, സമസ്തപദം, വലിയൊരു സമസ്തപദമാണ്. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീ അങ്കിത ശ്രീമത് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം ഒരു പദായി. കാഞ്ചിത് അടുത്ത പദം. കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത്പീതാംബര ആലംബിനീം അടുത്ത പദായി. ആലംബിനീം. ആലംബേ അടുത്ത പദായി. വിമലാംബുജദ്യുതി പദാം അടുത്ത പദം. മൂർത്തിം അടുത്ത പദം. തവ അടുത്ത പദം. ആർത്തിച്ഛിദം അടുത്ത പദം. ഇങ്ങനെയാണ് പദങ്ങൾ വരുന്നത്. അപ്പൊ ആദ്യത്തത് വലിയ ഒരു സമസ്തപദമാണ്. 2 വരി മുഴുവനായിട്ടുള്ള വലിയ ശ്ലോകമാണ്. ആ വലിയ ശ്ലോകത്തിൽ തന്നെ 2 വരിയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമസ്തപദമാണ്. അപ്പൊ അവിടെ കേയൂര, ആ പദത്തിലുള്ള ഓരോരോ പദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേയൂര, കേയൂര എന്ന് പറഞ്ഞാല് കേയൂര, അതുപോട്ടെ, അർത്ഥം നോക്കാം. പിന്നെ അംഗദ, കേയൂര അംഗദ കൂടിയിട്ട് വരുമ്പോ കേയൂരാംഗദ എന്നായി. കേയൂര അംഗദ 2 പദങ്ങളാണ്. അത് 2ഉം കൂടി കൂടുമ്പോ കേയൂരാംഗദ എന്നായി. അംഗദ എന്നാണ്. അംഗദം. പിന്നെ കങ്കണ, കങ്കണ, കങ്ക എന്ന് പോരാ, കങ്കണ എന്ന് പോരാ, കങ്കണ, കങ്കണ. കേയൂര അംഗദ കങ്കണ. കേയൂരാംഗദ കങ്കണ. ശ്രദ്ധിക്കണം, കേയൂരാംഗദ കങ്കണ. പിന്നെ ഉത്തമ എന്നാണ്.
അപ്പൊ കങ്കണ ഉത്തമ കൂടി വരുമ്പോഴോ കങ്കണോത്തമ എന്നാവും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അകാരവും ഉകാരവും കൂടുമ്പോൾ ഓകാരാവും എന്നുള്ളത്. കേയൂരാംഗത കങ്കണോത്തമ. പിന്നെ മഹാരത്നാങ്കുലീയ അങ്കിത. മഹാരത്ന അങ്കുലീയ. മഹാരത്ന അങ്കുലീയ. മഹാരത്നാങ്കുലീയ അങ്കിത. അങ്കുലീയ അങ്കിത. അങ്കുലീയാങ്കിത. അവിടെയും അതെ അങ്കുലീയാങ്കിത എന്ന് പോരാ, അങ്കി എന്ന് തന്നെയാണ്, എന്നാണ്. കാരണം ഗ കൂടിയാൽ ഇങ്കൂന്നായി, ഇങ്കാന്നായി. ക കൂടിയാൽ ഇങ്ക എന്നായി. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പൊ കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. ശ്രീമത്. ശ്രീമത്. ശ്രീമത് ബാഹു. ശ്രീമദ് ബാഹു. ചതുഷ്ക. സംഗത. ഗദാശംഖാരി പങ്കേരുഹാം. ഈ ഒരു ഇതിൽ പദം മുറിച്ച് ചെല്ലാൻ വയ്യ, മുഴുവനായിട്ടേ ചെല്ലാൻ പറ്റുള്ളൂ. 2 ശ്ലോകങ്ങള്, 2 വരികള് ഒരുമിച്ചേ ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഓരോരോ ഇത് അപ്പൊ നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് കുറേശ്ശെ ഒന്ന് ചൊല്ലി നോക്കാം. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത. ശ്രീമത് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. എന്നാലും അങ്കിത എന്ന് കഴിഞ്ഞിട്ട് അടുത്തത് കൂട്ടി ചെല്ലണം എന്ന് മനസ്സിലാക്കാം. ഏതായാലും ശ്രീമദ് ബാഹു. ശ്രീമദ് ബാഹു. മദ്ബാഹു എന്ന് ചൊല്ലിയാൽ മതി. ശ്രീമദ് ബാഹു ചതുഷ്ക. ബാഹു ചതുഷ്കം. ശ്രീമദ് ബാഹു ചതുഷ്ക. സംഗത. ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത. ഗദാ ശംഖ അരി. ഗദാ ശംഖ അരി. ശംഖ അരി കൂടുമ്പോ ശംഖാരിയായി. ഗദാ ശംഖാരി പങ്കേരുഹാം. എന്നല്ല, പങ്കേരുഹാം. രണ്ടാമത്തെ വരി ഒന്ന് ചൊല്ലി നോക്കാം. ശ്രീമദ് ബാഹു ചതുഷ്ക. സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. കാഞ്ചിത്. കാഞ്ചന. ഇഞ്ച എന്നുള്ളത് എൻ്റെ ഒരു കളിയാണ്. കാഞ്ചിത്, കാഞ്ചന, കാഞ്ചി, ലാഞ്ചിത. അപ്പൊ ഇതൊക്കെയാണ് ഈ ശ്ലോകങ്ങൾ എഴുതുമ്പോ ഒക്കെയുള്ള ചില ഗുണങ്ങളിൽപ്പെട്ടതാ ഇതൊക്കെ. ഒരു ആവർത്തിച്ചു വരിക, എന്നാല് ഒരേ പദം തന്നെ ആവർത്തിച്ചാലും അർത്ഥം മാറി വരുന്ന രീതിയിലുള്ള ഇത് പ്രയോഗിക്കുക. അതൊക്കെ ഈ ശ്ലോകത്തിന്റെ കാവ്യത്തിന്റെ ഭംഗി കൂട്ടും. അത് അവരുടെ കഴിവായിട്ടാണ് പറയുക. കാഞ്ചിത്, കാഞ്ചന, കാഞ്ചി, ലാഞ്ചിത. നായി, അവിടെ നായി, ഞാച്ഛ ആണ്. ലാഞ്ചിത. ലസത്ത്. ലാഞ്ചിത ലസത്ത്. പീതാംബര ആലംബിനീം. പീതാംബര ആലംബിനീം. കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. ഇനി നാലാമത്തെ വരി നോക്കാം. ആലംബേ വിമലാംബുജദ്യുതി പദാം. അവിടെ വിമല, അംബുജ, ദ്യുതി, പദാ, അങ്ങനെ പദങ്ങളാണ്. പദാം. വിമലാംബുജ. വിമല അംബുജ. വിമലാംബുജ ആയി.
പിന്നെ ദ്യുതി, അവിടെ അതെ ദ്യു എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കുക. ദ് യു ഉ ആണ്. ദ് യു ഉ, ദ്യു. വിമലാംബുജദ്യുതി പദാം. ദ്യുതി ആണ്. പദാം ആണ്. ദ. വിമലാംബുജദ്യുതി പദാം മൂർത്തിം തവ. തവ എന്ന് ഒരു പദാണ്. ആർത്തിച്ഛിതം എന്ന് അടുത്ത പദമാണ്. അപ്പൊ രണ്ട് പദങ്ങൾ കൂടുമ്പോൾ തവാർത്തിച്ഛിതം എന്നാവും. മൂർത്തിം തവാർത്തിച്ഛിതം. ആലംബേ വിമലാംബുജദ്യുതി പദാം മൂർത്തിം തവാർത്തിച്ഛിതം. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, പീതാംബരാലംബിനീം എന്ന് ചൊല്ലിയിട്ട് പിന്നെ ആലംബെ എന്നാണ് അടുത്ത വരി വരുന്നത്. പക്ഷെ കൂട്ടി ചെല്ലുമ്പോൾ പീതാംബരാലംബിനീം ആലംബെ, അവിടെ അനുസ്വാരം മകാരായിട്ട് മാറും. എന്നിട്ട് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതി പദാം മൂർത്തിം തവാർത്തിച്ഛിതം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമത് ബാഹുചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീമാലംബേ, അവിടെ വേണേ നിർത്താം. വിമലാംബുജദ്യുതി പദാം മൂർത്തിം തവാർത്തിച്ഛിതം. ഇനി നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. ആദ്യത്തത് രണ്ട് വരി കൂടിയ ഒരു സമസ്തപദമാണ്. ഇപ്പൊ കേയൂര അങ്കദ. കേയൂരം എന്ന് പറഞ്ഞാല് ഈ തോൾവള ആണ്. തോളിലൊക്കെ ഇടുന്നതായിട്ടുള്ള വള. വള എന്ന് പറഞ്ഞാൽ അതിനെ മൂടിക്കൊണ്ടുള്ള അർത്ഥം അത്രയേ ഉള്ളൂ. വള. വള എന്ന് പറഞ്ഞാൽ വലയം ചെയ്യുന്നതാണ് വള, ചുറ്റി വരുന്നത്. അപ്പൊ തോളിന് ഇങ്ങനെ ഈ ഒരാവരണം പോലെ നിൽക്കുന്നത്, അതൊക്കെ വളകളാണ്. കേയൂരം. അങ്കദം എന്ന് പറഞ്ഞാലും അതും തോളിൽ തന്നെ ഇടുന്ന ഒരു വള തന്നെയാണ്. പക്ഷെ രണ്ടും രണ്ട് ആകൃതി, രണ്ട് സ്ഥാനങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് അതിന് അങ്ങനെ ഏതായാലും ഇതൊക്കെ രണ്ട് തരത്തിലുള്ളതാണ് എന്ന് മാത്രം മനസ്സിലാക്കാം. ഇപ്പൊ കേയൂരായാലും ശരി അങ്കദമായാലും ശരി രണ്ടും തോളിൽ ഇടുന്ന വളകൾ തന്നെയാണ്. പിന്നെ കങ്കണം. കങ്കണം എന്ന് പറഞ്ഞാൽ വള, സാധാരണ കയ്യിലൊക്കെ ഇടുന്നതായിട്ടുള്ള വള. ഇപ്പൊ കേയൂര, അങ്കദ, കങ്കണം. പിന്നെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഉത്തമമായിട്ടുള്ള കങ്കണം, കങ്കണോത്തമ. പിന്നെ മഹാരത്ന അങ്കുലീയം. മഹാരത്നങ്ങള് ഉള്ളതായ അങ്കുലീയം. മഹാരത്നങ്ങൾ, പലതരത്തിലുള്ള രത്നങ്ങൾ ഉള്ളതായിട്ടുള്ള അങ്കുലീയം. അങ്കുലീയം എന്ന് പറഞ്ഞാൽ വിരലിൽ ഇടുന്നത്, മോതിരം. അങ്കുലീയം. അതിനെ കൊണ്ട് അങ്കുലീയ അങ്കിത, അങ്കുലീയം ഇട്ടതായിട്ടുള്ള, അങ്കുലീയത്തെ കൊണ്ട് ശോഭിക്കുന്ന എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് അതൊരടയാളമായിട്ട് അങ്കിതം എന്ന് പറഞ്ഞാൽ ഒരടയാളം ഇട്ടാന്നർത്ഥം. ഇതൊരടയാളാണ്, എൻ്റെ അടയാളാണ് എന്ന് പറഞ്ഞാൽ ആ മോതിരം ഇട്ട എന്നുള്ള അർത്ഥേ ഉദ്ദേശം ഉള്ളൂ. അങ്ങനെയുള്ള രത്നാങ്കുലീയ അങ്കിത, അങ്ങനെ രത്നാങ്കുലീയം ഒക്കെ തോടുകൂടിയ. അപ്പൊ കൈകളെ പറ്റിയാണ് പറഞ്ഞത്. ആ കൈകളുമായിട്ട് ബന്ധപ്പെട്ട് തോള് മുതല് ആണല്ലോ കൈ തുടങ്ങുക, അവിടെ മുതല് വിരല് വരെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ കേയൂരമുണ്ട്, അങ്കദമുണ്ട്, കങ്കണമുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ തോള് മുതൽ ഇങ്ങനെ നിറഞ്ഞ് പല സ്ഥലങ്ങളിലുമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കൈകളിൽ വളയുണ്ട്, വിരളില് മോതിരമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശ്രീമത് ബാഹുചതുഷ്കം. ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഐശ്വര്യത്തോടു കൂടിയ എന്നർത്ഥം. ശ്രീമത്ത് ബാഹുചതുഷ്കം. ബാഹു കയ്യ്, ചതുഷ്കം 4 എണ്ണം, 4 കൈകള്. ബാഹുചതുഷ്കത്തിങ്കൽ സംഗതം എന്ന് പറഞ്ഞാൽ സമ്യക് ഗതം, അതിൽ ഉള്ളതായ എന്നർത്ഥം. അതിൽ പിടിച്ച എന്തൊക്കെയാണുള്ളത്? ഗദാ ശംഖാരി പങ്കേരുഹാം. ഗദ തന്നെ. ശംഖ് എന്ന് പറഞ്ഞാൽ ശംഖ് തന്നെ. അരി എന്ന് പറഞ്ഞാൽ ചക്രം. അപ്പൊ ഗദ, ശംഖ്, ചക്രം, അരി, ചക്രം. പിന്നെ പങ്കേരുഹാം. പങ്കേ രുഹതി, പങ്കത്തിൽ ഉണ്ടാവുന്നത്, പങ്കജം എന്നർത്ഥം, പങ്കത്തിൽ വളരുന്നത്.
ചെളിയിൽ ഉണ്ടാവുന്നത് പങ്കേരുഹ, താമര. പങ്കജം എന്നൊക്കെ പറയുന്നത് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ 4 ആയുധങ്ങളെ, ഭഗവാന്റെ കയ്യിലുള്ള 4 ആയുധങ്ങൾ, അങ്ങനെയുള്ളതും 4 ആയുധങ്ങളോട് കൂടിയതാ. പിന്നെയോ ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹ. പിന്നെ കാഞ്ചന കാഞ്ചി ലസത്, കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരം, പീതാംബര ആലംബിനി. അപ്പോ ഈ കാഞ്ചനം എന്ന് പറഞ്ഞ സ്വർണ്ണാണ്. കാഞ്ചന, സ്വർണം കൊണ്ടുള്ള കാഞ്ചി. ഈ കാഞ്ചി എന്ന് പറഞ്ഞാല് അരയിൽ ഇടുന്നതായിട്ടുള്ള ആഭരണം, അതായത് അരഞ്ഞാണം. അപ്പൊ സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണ്, പൊന്നരഞ്ഞാണ് കാഞ്ചന കാഞ്ചി. അതിനെ കൊണ്ട് ലാഞ്ചിതം, ലാഞ്ചിതം എന്ന് പറഞ്ഞാല് അലങ്കരിച്ച, ലാഞ്ചിത ലസത്ത്, അത് പിന്നെ ലസിക്കുന്നതായിട്ടുള്ള പീതാംബരം. അപ്പൊ ഈ പീതാംബരാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഒരരഞ്ഞാണവും കാണാം. അതാണ് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരം. അതിനെ കൊണ്ട് ശോഭിക്കുന്ന പീതാംബരം, മഞ്ഞ വസ്ത്രം. ആ പീതാംബര ആലംബിനിയും, ആ പീതാംബരം കൊണ്ട് ആലംബനം ചെയ്യപ്പെട്ട, ചാർത്തപ്പെട്ട, അത് ഉടുത്ത ആലംബിനിയും. പിന്നെയോ വിമലാംബുജ ദ്യുതിപദാം, വിമല അംബുജ ദ്യുതിപദ. വിമലം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ എന്നർത്ഥം, പവിത്രമായ, നിർമ്മലമായ. അംബുജ താമര, വിമല അംബുജ. ഇപ്പോ ചെളിയിലാണ് ഉണ്ടാവുക എങ്കിലും താമര ആ ചെളിയുടെ ഒരു ദോഷവും ഉള്ളതല്ല, എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ്. ചെളിയിൽ വളരുകയാണെങ്കിലും താമര ആണെങ്കിൽ അത് ഗുണമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പൊതുവേ പറയുന്ന ഒരു വാചകമാണ്. ചെളിയിൽ ഉണ്ടാവുകയാണെങ്കിലും താമര എങ്ങനെയാണോ അതുപോലെ എന്ന് പലരെ പറ്റിയും പറയാറുണ്ട്. ചില സ്ഥലത്ത് ജനിച്ചിട്ട് പോലും നല്ല ആളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. അതാണ് വിമലാംബുജ, ആ നല്ല വിമല അംബുജ. അതിന്റെ ദ്യുതി, അംബുജത്തിന്റെ ദ്യുതി, ദ്യുതി എന്ന് പറഞ്ഞാൽ ശോഭ. ആ നിർമ്മലമായിട്ടുള്ള താമരപ്പൂവ്, ആ താമരപ്പൂവ് പോലെ ശോഭിക്കുന്ന പദാം. പദം എന്ന് പറഞ്ഞാല് കാൽവയ്പ്പാണ്. അപ്പൊ കാലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പദത്തോടു കൂടിയ, അങ്ങനെയുള്ള പദത്തോടു കൂടിയ പദാം. ആർത്തിച്ഛിതം, പിന്നെയുണ്ട് ആർത്തിച്ഛിതം, ആർത്തിയെ ഛേദനം ചെയ്യുന്നത്. ആർത്തി, ആർത്തിയെ ഛേദനം ചെയ്യുന്നത്, ആർത്തിയെ നശിപ്പിക്കുന്നത്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ ആർത്തി പറയാറുണ്ട്, ഏകദേശം അത് തന്നെയാണ് ആർത്തി. ദുഃഖമാണ് ശരിക്കും ആർത്തി എന്ന് പറഞ്ഞാൽ, ദുഃഖം. ആ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്നത് എന്നർത്ഥം. കാരണം ആർത്തി ഉണ്ടാവുമ്പോൾ ദുഃഖം തന്നെയാണ്. എന്തിനോട് ആവാലോ, ഭക്ഷണത്തിനോട് ആർത്തി, പല പല വിഷയങ്ങളിലേക്കും ആർത്തി ഉണ്ടാവും. ഏതായാലും ആ ആർത്തിയെയൊക്കെ ഛിതം, ഛേദനം ചെയ്യുന്നത്, ഉന്മൂലനം ചെയ്യുന്നത് എന്നർത്ഥം. ആർത്തിച്ഛിതം. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള തവ, തവ അങ്ങയുടെ മൂർത്തിം അഹം ആലംബേ. അങ്ങനെയൊക്കെയുള്ള കാഞ്ചിത്, അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആ തവമൂർത്തിം, അങ്ങയുടെ മൂർത്തിയെ, അങ്ങയുടെ സ്വരൂപത്തെ, അഹം ആലംബേ, ഞാൻ ആലംബനം ചെയ്യുന്നു, ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമത് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതല സത്പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഓരോ ശ്ലോകങ്ങളും അതിന്റെ ഭംഗി ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലാക്കുക. ആ സമയത്തൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുക. ആ സമയത്താണ് നമുക്ക് ആ ഭഗവാനോടുള്ള ഭക്തിയൊക്കെ നല്ലോണം ഉണ്ടാവുക. ഏതായാലും നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ശ്ലോകം. യത്രൈലോക്യമഹീയസോ വിമഹിതം സമ്മോഹനം മോഹനാത്
കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അവിടെ യത് ത്രൈലോക്യമഹീയസ അപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനത അപി മധുരം മാധുര്യധുര്യാത് അപി സൗന്ദര്യോത്തരത അപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യത അപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അങ്ങനെയാണ് വരിക. അപ്പൊ അവിടെ വിഷ്ണോ വിഭോ എന്നൊക്കെ പറയുന്നത് സംബോധനയാണ്. അത് തന്നെ ആ ഭഗവാനെ വിളിച്ചും കൊണ്ട് പറയാണ്, ഹേ വിഷ്ണു, ഹേ വിഭോ എന്ന് വിളിക്കുകയാണ്. അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും വ്യാപിച്ച് നിൽക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിലാണ്. വിഭു എന്ന് പറഞ്ഞാലും അത് തന്നെ, വിഭുത്വമുള്ളയാള്, വിഭു ഭഗവാൻ, അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ എന്നർത്ഥം. യത് ഇനിയിപ്പോ ഒരു കാര്യത്തെ പറ്റി പറയാൻ പോവാണ്. യാതൊന്നാണോ, യാതൊരു കാര്യമാണോ, ത്രൈലോക്യമഹീയസ അപി മഹിതം. ത്രൈലോക്യം എന്ന് പറഞ്ഞാല് ത്രിലോകങ്ങള്, 3 ലോകങ്ങളാണല്ലോ. അപ്പൊ ത്രൈലോക്യ, നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം, അതാണ് നല്ലത്. യത്രൈലോക്യമഹീയസ, യത് ത്രൈലോക്യ, യത് ത്രൈലോക്യ, യത്രൈലോക്യ മഹീയസ, യത്രൈലോക്യമഹീയസ അപി. അപ്പൊ മഹീയസ എന്നുള്ളത് ഓ എന്നായിട്ട് മഹീയസോ എന്നാവും. അപി എന്നുള്ളത് ചേരുമ്പോൾ അതിലുള്ള അകാരം ലോപിച്ചിട്ട് മഹീയസോപി എന്നാവും. യത്രൈലോക്യമഹീയസോപി മഹിതം, യത്രൈലോക്യമഹീയസോപി മഹിതം. പിന്നെ സമ്മോഹനം മോഹനാത്, സമ്മോഹനം മോഹനാത്. കാന്തം കാന്തിനിധാനതോപി, കാന്തം കാന്തിനിധാനത അപി. നിധാനത അപിയാണ്, നിധാനതോ അപിയായിട്ട് നിധാനതോപി ആവുന്നത്. കാന്തം കാന്തിനിധാനതോപി. മധുരം മാധുര്യധുര്യാദപി, മധുരം, ധു എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കുക. അതുപോലെ കാന്തം, കാന്തം എന്നാവരുത്, കാന്തം കാന്തി നിധാനത, ധ എന്നുള്ള അക്ഷരം കാന്തി നിധാനതോപി മധുരം, ധു മാധുര്യ ധുര്യാദപി, ആ അക്ഷരങ്ങളും ഇവിടെയൊക്കെ നമുക്ക് കാണാം. ആ ശ്ലോകത്തില് ധ ധ ധ അതിന്റെ കളി, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം, മനസ്സിലാക്കാം. ആ ഭംഗിയാണ് അതൊക്കെ. മധുരം മാധുര്യധുര്യാദപി. സൗന്ദര്യ ഉത്തര, സൗന്ദര്യോത്തരത ഒറ്റപ്പതാണ്. അതിൽ സൗന്ദര്യ ഉത്തരത, സൗന്ദര്യ ഉത്തരത, സൗന്ദര്യ ഉത്തരത കൂടുമ്പോൾ ആ ഉ കൂടുമ്പോ ഓ ആയി. അപ്പൊ അങ്ങനെ സൗന്ദര്യോത്തരത എന്നായി. സൗന്ദര്യോത്തരത, ആ വിസർഗം ഓകാരാവും. സൗന്ദര്യോത്തരതോ, അപി എന്നുള്ളത് ചേരും, അപ്പോൾ ആ ലോപിക്കും. സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യോത്തരതോപി സുന്ദരതരം. പിന്നെ ത്വദ്രൂപം, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ത്വദ്രൂപം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ത്വദ്രൂപം, ത്വദ്രൂപം. ആശ്ചര്യത, ആശ്ചര്യത
കൂടുമ്പോൾ അനുസ്വാരമകാരായിട്ട് ത്വദ്രൂപമാശ്ചര്യത. ഓകാരാകുമ്പോൾ ത്വദ്രൂപമാശ്ചര്യതോ. അടുത്തത് അപി. അവിടെ അപി എന്നുള്ളതിന്റെ അകാരം ലോപിച്ചിട്ട് ത്വദ്രൂപമാശ്ചര്യതോപി. പിന്നെ ആശ്ചര്യം എന്ന് കൂടുകയാണ്. അപി ആശ്ചര്യം കൂടി വരുമ്പോൾ അപി ആ. അപ്പൊ ഇകാരത്തിന്റെ സ്ഥാനത്ത് യകാരം വരും. അപ്പോ അപി ആശ്ചര്യം, പി ആശ്ചര്യം എന്നാവും. ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. പിന്നെ ഭുവനെ, ഭുവനെ, ഭുവനെ ന കസ്യ കുതുകം. ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഇനി അതിന്റെ അർത്ഥം നോക്കാം. ഹേ വിഷ്ണോ, ഹേ വിഭോ എന്ന് വിളിക്കുക. വിഷ്ണുവിനെ വിളിക്കുന്നതാണ്. ത്രൈലോക്യ മഹീയസ. ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ ത്രിലോകങ്ങള്. ത്രിലോകത്തിലും വച്ച് എന്നർത്ഥം. ത്രൈലോക്യ, ത്രിലോക സംബന്ധമായിട്ടുള്ളത് ആകുമ്പോൾ ത്രൈലോക്യം ആയി. ത്രിലോക സംബന്ധം, അതാണ് ത്രൈലോക്യം. ആ ത്രൈലോക്യ മഹീയസ. മഹിതം, മഹീയ എന്നൊക്കെ പറഞ്ഞാൽ പൂജിക്കുക എന്നർത്ഥം. അപ്പോ 3 ലോകങ്ങളിലും വെച്ച് പൂജിക്കപ്പെടേണ്ട സംഗതികൾ പലതുണ്ടാവും. അങ്ങനെയുള്ള പൂജ്യമായ പല പല കാര്യങ്ങളുണ്ട്. 3 ലോകത്തിൽ വെച്ച് ഏറ്റവും പൂജ്യമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും, എത്രയും പൂജ്യമായതിലും വെച്ച് ഏറ്റവും പൂജ്യം, പൂജിക്കപ്പെടേണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും പൂജ്യമായിട്ടുള്ളതും എന്നർത്ഥം. അതാണ് മഹീയസ അപി മഹിതം. മഹീയസുക്കളിൽ വെച്ച് മഹിതമായിട്ടുള്ളത്. മഹീയസുക്കൾ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടത്, അതിൽ വെച്ച് മഹിതം, കൂടുതൽ മഹിതമായിട്ടുള്ളത് എന്നർത്ഥം. ത്രൈലോക്യ മഹീയസോപി മഹിതം. പിന്നെയോ മോഹനാത് മോഹനം, മോഹനാത് സമ്മോഹനം. മോഹനാത് അപി സമ്മോഹനം. അപി എന്നുള്ളത് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെയൊക്കെ അപി എന്നുള്ള ചേർക്കണം. അതാണ് മോഹനാത് അപി സമ്മോഹനം. മോഹനങ്ങളായിട്ടുള്ള കാരണം, മോഹനം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നുള്ള അർത്ഥം തന്നെയാണ്. ആ മോഹനങ്ങളായിട്ടുള്ളതിൽ വെച്ച് സമ്മോഹനം, സമ്മോഹനം, വളരെയധികം മോഹനമായിട്ടുള്ളത്. സമ്മോഹനം മോഹനാത്, മോഹനാത് അപി സമ്മോഹനം, സമ്മോഹനം മോഹനാത്. പിന്നെയോ കാന്തി നിധാനത അപി കാന്തം. കാന്തി നിധാനത അപി കാന്തം. കാന്തിയുടെ, കാന്തി എന്ന് പറഞ്ഞാൽ അറിയാലോ, കാന്തി തേജസ്. കാന്തി എന്ന് പറഞ്ഞാൽ തേജസ്സാണ് കാന്തി. കാന്തിയുടെ നിധാനങ്ങള്. നിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിധി എന്നർത്ഥം. നിധി എന്ന് പറഞ്ഞാൽ എവിടെയാണോ അടങ്ങിയത് അതാണ് നിധി. കാന്തിയുടെ നിധാനങ്ങൾ, നിധി, തേജസ്സിന്റെ നിധികള്. ആ തേജസ്സിന്റെ നിധികളായിട്ടുള്ള കുറെ സംഗതികൾ ഉണ്ടാവും. അതിനേക്കാളൊക്കെ കൂടുതൽ, അതാണ് പിന്നെ കാന്തി നിധാനത അപി, അതിനേക്കാളും കാന്തം, കാന്തിയുള്ളത്, കാന്തത്തോടു കൂടിയത്, കാന്തമായിട്ടുള്ളത്, മനോഹരമായിട്ടുള്ളത്, ആകർഷകമായിട്ടുള്ളത്. കാന്തി നിധാനത അപി കാന്തം, അതിനേക്കാൾ കൂടുതൽ തേജസ്സോടു കൂടിയതും. പിന്നെയോ മാധുര്യധുര്യാത് അപി മധുരം. മാധുര്യധുര്യാത്, മാധുര്യധുര്യം, മാധുര്യത്തിന്റെ ധുര്യം എന്ന് പറഞ്ഞാൽ ധുരം, ധുര്യം, അതിന്റെ രസം, മാധുര്യത്തിന്റെ രസം, അതിന്റെ സത്ത്, ആ മാധുര്യത്തിന്റെ സത്ത്. ധുര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്തുള്ളത് എന്നാണ്, അറ്റത്ത് ഉള്ളത്. മാധുര്യ സത്ത്, അതിന്റെ രസം, അതിന്റെ രസത്തിനേക്കാളും അല്ലെങ്കിൽ അതിന്റെ സത്തിനേക്കാളും മധുരം. മാധുര്യത്തിന്റെ സത്ത്, ആ സത്തിന്റെ അതിനേക്കാൾ മധുരാണ്. മാധുര്യം എന്ന് പറഞ്ഞ സംഗതി, അതിന്റെ സത്ത് മാത്രം എടുത്താൽ അതിന് കൂടുതൽ മാധുര്യം ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ മാധുര്യമുള്ളത്, മധുരമായിട്ടുള്ളത് എന്നർത്ഥം. മാധുര്യധുര്യാദപി മധുരം. പിന്നെയോ സൗന്ദര്യോത്തരത അപി സുന്ദരതരം. സൗന്ദര്യ ഉത്തരത അപി സുന്ദരതരം. സൗന്ദര്യം, പല പല കാര്യങ്ങളുണ്ട് സൗന്ദര്യമുള്ളത്. സുന്ദരത്തിന്റെ അവസ്ഥയാണ് സൗന്ദര്യം. അപ്പൊ സൗന്ദര്യമുള്ള പല പല കാര്യങ്ങള്, ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യത, സൗന്ദര്യത്തിന്റെ ഉത്തരത, ഏറ്റവും അധികം എന്നർത്ഥം. സൗന്ദര്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, സൗന്ദര്യത്തിന്റെ ഉത്തരം, അങ്ങേയറ്റം.
സൗന്ദര്യോത്തരത, ഏറ്റവും സുന്ദരമായത് ആണ് സൗന്ദര്യോത്തരം ആയിട്ടുള്ളത്. അതിനേക്കാൾ സുന്ദരതരം, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ സുന്ദരമാണ് എന്നർത്ഥം, ഏറ്റവും സുന്ദരം എന്നർത്ഥം. സൗന്ദര്യത്തിന്റെ ഏറ്റവും അറ്റത്തുള്ളതും ഈ ഇപ്പൊ ഇനി പറയാൻ പോകുന്നതുമായിട്ട് കൂട്ടി നോക്കുമ്പോ മേലെ നിൽക്കുക അതാണ്, സൗന്ദര്യോത്തരം അല്ല. അപ്പോ ഏറ്റവും സുന്ദരമായിട്ടുള്ളതിനേക്കാൾ സുന്ദരമായിട്ടുള്ളതും, പിന്നെയോ ആശ്ചര്യത അപി ആശ്ചര്യം, ആശ്ചര്യത, ആശ്ചര്യമായിട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ലോകാത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ ആശ്ചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല. അതിനേക്കാൾ ആകർഷകമായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. ആ ലോകത്തില് അത്ഭുതകരമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ആശ്ചര്യമായിട്ടുള്ളത്, അത്ഭുതകരമായിട്ടുള്ളത് ആയിരിക്കുന്ന യത് എന്ന് നേരത്തെ പറഞ്ഞു, യാതൊന്നാണോ ഇങ്ങനെയൊക്കെ ഉള്ളത്, തത് ത്വദ്രൂപം, ആ ത്വദ്രൂപം, അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ സ്വരൂപം, ആ വിഗ്രഹം എന്നർത്ഥം. ആ വിഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി. അങ്ങനെയുള്ളത് ഭുവനെ, ഭുവനം എന്ന് പറഞ്ഞാൽ ഭുവനത്തിൽ ലോകത്തിൽ, കസ്യ ആർക്കാണ്, കുതുകം ന പുഷ്ണാതി ആർക്കാണ് കൗതുകത്തെ, ന പുഷ്ണാതി, പുഷ്ണാതി എന്ന് പറയുമ്പോ ഈ പോഷിപ്പിക്കുക എന്നർത്ഥം. പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാല് വളർത്തുക, സൗന്ദര്യത്തെ വളർത്തുക, കൗതുകത്തെ വളർത്തുക. അപ്പൊ ആർക്കാണ് കൗതുകം ഉണ്ടാവാത്തത്, ആ കൗതുകം ആർക്കാണ് അധികമാവാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കൗതുകം ഉണ്ടാക്കും എന്നാണ് എനിക്ക് പറഞ്ഞതിന്റെ ഉദ്ദേശം. ആർക്കാണ് ഇത് കണ്ടാൽ കൗതുകം തോന്നാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോന്നും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്ന ആളാണ്. പിന്നെ ആ ഭഗവാനെ എല്ലാ സ്ഥലത്തും നിറഞ്ഞിട്ടുള്ള ആളാണ്. ആ ഭഗവാനെ കണ്ടെത്താനും, അതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംസാര ദുഃഖത്തെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന ആളാണ്, സർവശക്തനാണ്. പിന്നെ ആ ഭഗവാന്റെ ഈ ലോകത്തിന് മുഴുവൻ വേർതിരിച്ച് ആ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന പല പല പദങ്ങളുണ്ട്. ആ ലൗകികമായിട്ടുള്ള പദങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പദങ്ങളാണ് ഭഗവാന്. അത് വിശേഷണ പദങ്ങളോടും ചേർത്തിട്ടാണ് ഭഗവാനെ പറയുക. അതാണ് കസ്യ കുതുകം ഉഷ്ണാദി. ഇവിടെ ഈ ഭഗവാനെ നമ്മൾ നേരത്തെ സകളധ്യാനം, നിഷ്കളാനന്ദം, നേരത്തെ നിഷ്കളമായിട്ടുള്ള ഒരു സ്വരൂപത്തിന്റെയാണ് കഴിഞ്ഞ ദശകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ സകളമായിട്ടുള്ള ധ്യാനത്തെ, അത് നിഷ്കളാനന്ദമായിട്ട് മാറുകയാണ്, നിഷ്കളമായിട്ടുള്ള ആനന്ദമായിട്ട് മാറുകയാണ് ഈ വർണ്ണനം കൊണ്ട്. സ്വരൂപത്തിനെയാണ് വർണ്ണിക്കുന്നതെങ്കിലും അത് നിഷ്കളമായിട്ടുള്ള ഒരു ആനന്ദമായിട്ട് മാറുകയാണ് ഇതിനെ കൊണ്ട് ചെയ്യുന്നത്. അപ്പോ യത്രൈലോക്യമഹീയസോ വിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം ഉഷ്ണാതി വിഷ്ണോ വിഭോ. അപ്പൊ അങ്ങനെ നമ്മൾ 3 ശ്ലോകങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കണം. 4-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്ലോകം ചൊല്ലാം. 4-ാമത്തെ ശ്ലോകം. തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാപലബലാത് ചാപല്യവാർത്തോദഭൂ.
പദങ്ങൾ നോക്കുമ്പോ തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേന അസ്യാഹ ബത കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്ത ഉദഭൂത്. അങ്ങനെയാണ് പദങ്ങൾ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒന്ന് ശ്ലോകം ഒന്ന് പഠിക്കാം. തത്താദൃങ് മധുരാത്മകം ഒറ്റ പദം തന്നെ. തത്താദൃങ് എന്നാവും. തത്താദൃങ് മധുരാധു രാത്മകം തത്താദൃങ് മധുരാത്മകം തവ വപു വപു സംപ്രാപ്യ കൂടുമ്പോഴ് വപു സംപ്രാപ്യ എന്നാവും. തവ വപു സംപ്രാപ്യ തന്നെ വേണം കേട്ടോ. സംപ്രാന്ന് പോരാ, സംപ്രാപ്യ സമ്പന്മയീ സംഭന്ന് പോരാ, സംപ എന്ന് തന്നെ വേണം. സമ്പന്മയീ സാദേവി എന്നുള്ളതും കൂടി ഈ സമ്പന്മയീ സാദേവി എന്ന് ഒരുമിച്ചാണ് ശരിക്കും. സമ്പന്മയീ സാദേവി തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ. അല്ല വേണ്ട, സംപ്രാപ്യ വരെ ചെല്ലാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ. സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം ചിരതരം ന കൂട്ടണം, ആസ്തയാണ്, നാസ്തേ എന്നാവുക. നാസ്തേ. പിന്നെ സ്വ, അവിടെയും സ്വഭക്തേ എന്ന് പോരാ, സ്വ എന്ന് തന്നെ ചെല്ലണം. സ്വ ഭ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കുക. കൃതേ കീത്ത് ഏ ആണ്. കൃതേ ഷുവ ഭക്തേഷു എന്നാണ്. സ്വഭക്തേഷു അപി ഭക്തേഷു അപി കൂടുമ്പോഴാണ് ഭക്തേഷു അപി എന്നാവുക. ഉ ആ കൂടുമ്പോൾ അവിടെ വാ എന്നുള്ള അക്ഷരമായിട്ട് മാറും. ഉ എന്നുള്ളത് മാറി അതിന് പകരം വ് എന്ന് വരും. അപ്പൊ വ് ആ വാ. ഭക്തേ ഷ് വപി ഷ്വപി ആവും. സ്വഭക്തേഷ്വപി ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. പിന്നെ തേന എന്നുള്ള പദം, അസ്യാ എന്നുള്ള പദം കൂടുമ്പോൾ തേന അസ്യാ തേനാസ്യാ എന്ന് വരും. അവിടെ ശ്ലോകം ആയതുകൊണ്ട് തന്നെ സ്യാ എന്നുള്ളതിനുള്ള വിസർഗം ലോപിച്ചു വരും. തേനാസ്യാ എന്നാവും. ശരിക്കും വിസർഗമുണ്ട്, പക്ഷെ ശ്ലോകം ചെല്ലുമ്പോൾ ഈ സന്ധി വരുമ്പോ ആ വിസർഗം ലോപിക്കും. തേനാസ്യാ ബത 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 കഷ്ടം അച്യുത 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 എന്ന് പോരാ, അച്യുത. ഊ ഉണ്ട്. നമ്മളൊക്കെ പറയും അച്യുത എന്ന് പറയും. അച്യുതനാണ്, അച്യുതൻ. കഷ്ടം അച്യുത കൂടുമ്പോൾ കഷ്ടമച്യുത. നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. ഇപ്പൊ അച്യുതൻ അച്യുതൻ എന്നാണ് പലപ്പോഴും നമ്മൾ പറയാ. അച്യുതനാണ് ശരിക്കും. ച്യുതി ഇല്ലാത്തയാളാണ് അച്യുതൻ. ച്യുതി ഇല്ലാത്തവൻ അച്യുതൻ.
കഷ്ടമച്യുത വിഭോ തേനാസ്യാബത കഷ്ടമച്യുത വിഭോ. ഇനി അടുത്ത ഭാഗങ്ങളാണ് ഈ പലതരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് എന്നാണ് ഒരു പദമായിട്ട് വരിക. അവിടെ ആ ഒറ്റ പദത്തിൽ, സമസ്ത പദത്തിൽ എത്ര പദങ്ങളുണ്ട് നോക്കാം. ത്വത് രൂപം, ത്വത് രൂപം, ത്വദ്രൂപ, ത്വദ്രൂപ, മാനോജ്ഞക, മാനോജ്ഞക, അത് മനോജ്ഞം എന്നുള്ളതിന്റെ ഭാവാണ് മാനോജ്ഞം, മാനോജ്ഞക. ത്വദ്രൂപ മാനോജ്ഞക, ത്വദ്രൂപ മാനോജ്ഞക പ്രേമ, പ്രേമ, സ്ഥൈര്യ, സ്ഥിരമായിട്ടുള്ള ഭാവം അതാണ് സ്ഥൈര്യം, സ്ഥിരത അതാണ് സ്ഥൈര്യം, സ്ഥിരതയുടെ ഭാവമാണ് സ്ഥൈര്യം. സ്ഥൈ, ആ ആണ്, ഐ ആണ്, ഐ, സ്ഥൈ, ര്യ, സ്ഥൈര്യ, മയാത്, സ്ഥൈര്യമയാത്. ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്, ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്. അതായത് ഇനി അടുത്തത് അചാപല ബലാത് എന്നാണ്. ആ ചാപല ബലാത്, ചാപലം അല്ലാത്തതാണ് അചാപലം. ചാപലം, അചാപലം. ഇവിടെ അചാപല, ചാപലം എന്നുള്ളതിന്റെയാണ് ആ ചേർക്കുക. അചാപല ബലാത്, അചാപല ബലാത്, അചാപല ബലാത്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ചൊല്ലിയത് പ്രേമസ്ഥൈര്യമയാത് എന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോ അചാപല ബലാത്. അത് കൂടുന്ന സമയത്താണ് പ്രേമസ്ഥൈര്യമയാത് അചാപല ബലാത് എന്നായി. ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപല ബലാത്. പിന്നെയുള്ളത് ചാപല്യ വാർത്ത, ചാപല്യ, ചാപല്യ വാർത്ത, ചാപല്യ വാർത്ത. ഉദഭൂത്, ഉദഭൂത്, ഉദഭൂത്. വാർത്ത എന്നും ഉദഭൂത് എന്നുള്ളതും കൂടുമ്പോഴ് ആ ഉ കൂടിയിട്ട് അവിടെയും ഓ തന്നെയാണ് ആവുക. അപ്പൊ വാർത്തോദഭൂത് എന്നായി. വാർത്ത ഉദഭൂതാണ്, ഉത്ത് അഭൂത്, ഉദഭൂത്, വാർത്തോദഭൂത്. ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപല ബലാചാപല്യ വാർത്തോദഭൂത്. ഈ ഭാഗങ്ങളൊക്കെ ഓരോരോ പദങ്ങള് അടുത്ത പദമായിട്ട് കൂട്ടിച്ചേർത്ത് അങ്ങനെ ആയി വന്നാൽ മാത്രമാണ് നമുക്ക് ഒരുമിച്ച് ചേർത്ത് ചൊല്ലാൻ സാധിക്കുക. കുറേശ്ശെ ശ്രമിച്ചാൽ മതി, അപ്പോൾ വളരെ മറ്റതിനേക്കാൾ വേഗതയിൽ സാധിക്കും. ഒരുമിച്ച് ഇങ്ങനെ ചൊല്ലിപ്പോകുന്നതിനേക്കാൾ ഇങ്ങനെ കൂട്ടി ഓരോന്നും അതിനോടടുത്ത കൂട്ടി അങ്ങനെ കൂട്ടി അങ്ങനെ ചെല്ലുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ഓരോരോ പദങ്ങളും ഉറയ്ക്കും. അപ്പോൾ ചെല്ലാൻ സൗകര്യം കൂടുതലുണ്ടാവും. അപ്പൊ അങ്ങനെ ഇനി ഇതിന്റെ അർത്ഥമാണ് നമുക്ക് നോക്കേണ്ടത്. തത്താദൃങ് മധുരാത്മകം, തത്താദൃങ് മധുരാത്മകം, തത്താദൃങ് മധുരാത്മകം, മധുരാത്മകം, തത്താദൃങ് മധുരം, അത്രയും മധുരമായിട്ടുള്ള, തത് താദൃക് മധുരാത്മകം, അത്രയും മധുരമായിട്ടുള്ളതും. പിന്നെയോ ഇത് ആനന്ദമയവുമാണ്, മധുരമാണ്, ആനന്ദമുള്ളതാണ്. അത് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോ ഇത് കണ്ട് മനസ്സിലാക്കാനും സാധിക്കുക. അനുഭവിച്ചിട്ട് മാത്രം മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അനുഭൂതി കൊണ്ട് മാത്രം ഗോചരമായിട്ടുള്ള, അനുഭൂതി മാത്ര ഗോചരമായിട്ടുള്ളതാണ്. പിന്നെ ആനന്ദമയമായിട്ടുള്ളതാണ്.
എന്ത്? തത്താദൃങ് മധുരാത്മകം തവ വപു, അങ്ങയുടെ ശരീരം, അങ്ങനെയുള്ളതായിട്ടുള്ള ആ അങ്ങയുടെ ശരീരത്തെ സംപ്രാപ്യ, പ്രാപിച്ചിട്ട്, അങ്ങയുടെ മാറിടത്തില്, ലക്ഷ്മി ഭഗവതിയെ കുറിച്ചാണ് പറയുന്നതൊക്കെ. ആ ലക്ഷ്മി ഭഗവതിക്ക് ഭഗവാന്റെ ഹൃദയത്തില് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടല്ലോ, മാറിടത്തിൽ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആ ലക്ഷ്മി ഭഗവതിക്ക് കിട്ടിയ ആ തത്താതിരുക്ക് മധുരാത്മകമായിട്ടുള്ള അനുഭവിച്ച് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെയധികം ആനന്ദത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ വിഗ്രഹം, ഭഗവാന്റെ സ്വരൂപം, അങ്ങയുടെ ശരീരം, അത് കൈവന്നിട്ട്, അത് ഭർത്താവായി കിട്ടിയല്ലോ, എന്നിട്ടും അങ്ങനെ കിട്ടിയിട്ട് സമ്പന്മയീ സാ ദേവി, സമ്പത് സ്വരൂപിണിയായിട്ടുള്ള സമ്പന്മയിയായിട്ടുള്ള ആ ദേവി, സമ്പത്ത്, ഏറ്റവും സമ്പത്ത് മയി ആയിട്ടുള്ള സാദേവി, ആ ദേവി, സമ്പന്മയീ സാദേവി, ആ ദേവി എന്താ ചെയ്യുക? പരമോത്സുക, ഭഗവാനോട് കൂടുതൽ പരമ ഉത്സുകയായി മാറിക്കഴിഞ്ഞു. സമ്പത്തിന്റെ അധീനതയായിട്ടുള്ള ആ ദേവി ആ ഭഗവാനോട് ചേരാൻ അവസരം കിട്ടിയപ്പോൾ അത് കൂടുതൽ ഭഗവാനിലേക്ക് ചേരാനുള്ള ഉത്സുകയായിട്ട്, പരമോത്സുകയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ പരമോത്സുകയായിട്ടുള്ള ദേവി എന്ത് ചെയ്തു? സ്വഭക്തേഷു അപി ചിരതരം ന ആസ്തേ, ആ ദേവി ഇപ്പൊ എന്ത് ഉണ്ട്? സ്വഭക്തന്മാരിൽ പോലും ചിരതരം ന ആസ്തേ. ഇപ്പൊ ഭക്തന്മാരെ പൊതുവെ ഏത് ദേവന്മാരായാലും ഏത് ദേവിമാരായാലും ഭക്തന്മാരുടെ അടുത്ത് എപ്പോഴും വിളിച്ചാലും ഭക്തന്മാരുടെ അടുത്ത് പോവും എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഈ ദേവി ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് എന്തുണ്ട്? തന്റെ ഭക്തേഷു അപി, ഭക്തന്മാരിൽ പോലും ചിരതരം നാസ്തേ, കൂടുതൽ സമയം നിൽക്കില്ല. ചിരതരം, വളരെ കാലം നിൽക്കില്ല, കുറച്ചു നേരം നിന്ന് പോരും. ആ ഭഗവാന്റെ ഓടുള്ള ഇഷ്ടം കൊണ്ട് ആ ദേവി എന്ത് ചെയ്യും? ഭക്തന്മാരിൽ പോലും കുറച്ചു നേരം നിന്നിട്ട് വേഗം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോരും. ഭക്തന്മാരിൽ പോലും അധിക സമയം നിൽക്കുന്നില്ല എന്നർത്ഥം. ആ ഭഗവാനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി, ഭഗവാന്റെ മഹാത്മ്യത പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെയോ അത് മാത്രല്ല, എന്നിട്ട് ഹേ വിഭോ, ഹേ അച്യുത എന്നൊക്കെ വിളിക്കുകയാണ്. തേന, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ. അസ്യാഹ് എന്ന് പറഞ്ഞാല് ഇവൾക്ക് എന്ന് പറയുമ്പോൾ ദേവിക്ക് എന്നർത്ഥം. ദേവിക്ക് എന്താ? ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്. ത്വദ്രൂപ, ഭഗവാന്റെ, ത്വത് തവ എന്നർത്ഥം, തവ രൂപം, ത്വദ്രൂപ, അങ്ങയുടെ രൂപം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ഭംഗി, ശരീരം എന്നൊക്കെ അർത്ഥം. രൂപലാവണ്യം. ത്വദ്രൂപ മാനോജ്ഞകം, അത് മനസ്സിന് ഇഷ്ടം തോന്നുന്നതാണ്. അതാണ് മനോജ്ഞമായിട്ടുള്ളതിന്റെ ഭാവമാണ് മാനോജ്ഞകം. മാനോജ്ഞകം എന്ന് പറഞ്ഞാൽ മനോജ്ഞതയുടെ കുറച്ചുകൂടിയും ഭംഗി കൂടുതൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. മനോജ്ഞതയുടെ തന്നെ അങ്ങേയറ്റം, അതാണ് മാനോജ്ഞകം. ഭഗവാന്റെ രൂപലാവണ്യം, ആ രൂപലാവണ്യത്തിന്റെ അങ്ങേയറ്റം. ത്വദ്രൂപ മാനോജ്ഞകമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം, അതില് പ്രേമം, അതിലോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം സ്ഥൈര്യമാണ്. സ്ഥിരമായിട്ടുള്ള ഇഷ്ടമാണ്. പ്രേമ സ്ഥൈര്യമയാത്, ആ ഭഗവാന്റെ രൂപത്തിനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം അതില് ഉറപ്പ് ഉണ്ട്. ആ ഇഷ്ടത്തിനോട് ഉറപ്പുണ്ട്, ചാവല്യമില്ല. പ്രേമസ്ഥൈര്യമായത്, ആ ഇഷ്ടം സ്ഥിരമായിട്ടുള്ളതാണ്. ആ ഇഷ്ടം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്. അതുകൊണ്ട്, അതായത് ഭഗവാനോടുള്ള താല്പര്യം അത് ഉറപ്പായിട്ടുള്ളതാണ്.
ഉറപ്പായിട്ടുള്ള ഒരു ഇതാണ്. അക്കാര്യത്തിൽ ചാബല്യം ഇല്ല, ചപലതയില്ല. ഭഗവാനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ചപലതയില്ല. ചപലത എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ഥിരമായിട്ട് നിൽക്കാത്ത അവസ്ഥ. ഒരു ദിക്കിൽ കുറച്ചു നേരം നിൽക്കും, അടുത്ത ദിക്കിലേക്ക് പോകും, അവിടെ കുറച്ചു നേരം നിൽക്കും, പിന്നെ ദിക്കിൽ. അതാണ് ചപലത എന്ന് പറയുന്നത്. ഇപ്പോ ഭഗവാനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ദേവിക്ക് ചപലതയില്ല, അചാപലമാണ്. അചാപലബലാത്, അചാപലം എന്നുള്ള ബലം ഉള്ളത് കൊണ്ട് ചാപല്യ വാർത്ത ഉദഭൂത്. അചാപലബലാത് ചാപല്യ വാർത്ത ഉദഭൂത്. എന്നിട്ട് പോലും ഈ ദേവിക്ക് ഒരു പേരുണ്ട്, ചപലാന്ന്. ദേവിയെ പൊതുവെ ചപലാന്നാണ് പറയാ. പക്ഷെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന കാര്യത്തില് ചാപല്യമില്ല, അവിടെ അചാപലതയാണ്, ചപലയല്ല. എന്നിട്ടും ഭഗവതിക്ക് പേരെന്താണ്? ചപല എന്നുള്ളൊരു പേരാണല്ലോ കിട്ടിയത്. അതാണ് ഉദഭൂത്. ബത, കഷ്ടം. ബത എന്ന് പറഞ്ഞാൽ ഈ വൈരുദ്ധ്യത്തെ പറയാണ്. ബത, പിന്നെ എന്നൊക്കെയുള്ള അർത്ഥം അത്രയേ ഉള്ളൂ. കഷ്ടം, കഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വൈരുദ്ധ്യത്തെ കണ്ടില്ലേ, എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് ആ പിന്നെ ഭഗവാന്റെ രൂപം, ആ ഭഗവാന്റെ ഗുണങ്ങള്, ആ ഗുണങ്ങളെ വിട്ടിട്ട് ദേവി പോവില്ല. ആ ഭഗവാനോട് വളരെ സ്ഥിരമായിട്ട് നിൽക്കുന്നു. എന്നാൽ ലക്ഷ്മി ഭക്തന്മാരുടെ ഇടയിൽ അങ്ങനെയല്ല. ഭക്തന്മാരില് കുറച്ചു നേരം മാത്രമേ നിൽക്കുള്ളൂ, അവിടെ ചപലയാണ്. പക്ഷെ ഭഗവാനോടുള്ള ഇഷ്ടം ഉണ്ടായിട്ട് പോലും ദേവിയെ ആൾക്കാരെന്താ വിളിക്കുക? ചപല എന്നാണ് വിളിക്കുക. അപ്പോ ഈ പറഞ്ഞതിനുള്ള നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പറഞ്ഞത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ചില കാര്യമാണ്. പിന്നെ ഭക്തി തീരെ ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്, ഭഗവാനോട് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാര് ഈ സമ്പത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള വങ്കന്മാരെ എന്നർത്ഥം. വങ്കപ്രഭുക്കൾ എന്നാണ് പറഞ്ഞത്. വങ്കപ്രഭുക്കള് അവരെ, അവരുടെ പ്രക്രിയകളെ കുറിച്ചാണ് പറഞ്ഞത്. അവരാണ് ദേവിയെ ചപല എന്ന് വിളിക്കുന്നത്. അല്ലാത്തവര് ചപല എന്ന് വിളിക്കില്ല. കാരണം ഭഗവാന്റെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി പറയും, പിന്നെ അത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം അതിനെപ്പറ്റി പറയുന്നില്ല. തത്താദ്രിങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദചാപലബലാചാപല്യവാർത്തോദഭൂത്. അങ്ങനെ നമ്മളിപ്പോ 4 ശ്ലോകങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 5-ാമത്തെ ശ്ലോകം നാരായണീയത്തിലെ 5-ാമത്തെ 2-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവ ദത്താദരാ. ലക്ഷ്മി പദം മുറിക്കുമ്പോ ലക്ഷ്മി താവകരാമണീയകഹൃതാ, താവകരാമണീയകഹൃതാ ഏവ ഇയം പരേഷു അസ്ഥിരേ, അല്ല അസ്ഥിരേ എന്നല്ല, അസ്ഥിരാ, അസ്ഥിരാ ഇതി, അസ്ഥിരാ ഇതി അസ്മിൻ അന്യത് അപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ
ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താ ജനാ തേഷു ഏഷാ വസതി സ്ഥിരാ ഏവ ദയിത പ്രസ്താവദത്താദരാ. അപ്പോഴ് ഇവിടെ വിളിക്കുകയാണ് ലക്ഷ്മീപതേ ഉണ്ടല്ലോ, അവിടെ എന്താ ഭക്ഷ്യാമി ലക്ഷ്മീപതേ. ആ ലക്ഷ്മീപതേ എന്നാണ് ആദ്യത്തെ സംബോധന. ലക്ഷ്മീപതേ എന്ന് വിളിക്കുകയാണ്. ലക്ഷ്മിയുടെ പതിയായിട്ടുള്ള ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. അല്ലയോ ലക്ഷ്മീപതേ, സ്ത്രീയുടെ വല്ലഭനായിട്ടുള്ള ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ഇയം ലക്ഷ്മി എന്ന് പറയാണ്. ഈ ലക്ഷ്മി, ഇയം ലക്ഷ്മി, ഈ ലക്ഷ്മി താവകരാമണീയകഹൃത ഏവ. താവകരാമണീയകഹൃത ഏവ. താവകം എന്ന് പറഞ്ഞാൽ അങ്ങയുടേത്, തവ എന്ന് പറഞ്ഞാൽ നിന്റേതാണല്ലോ. താവകം എന്ന് പറഞ്ഞാൽ അങ്ങയുടേത് എന്നർത്ഥം. താവക രാമണീയക. രാമണീയം എന്ന് പറഞ്ഞാൽ രമണീയത്തിന്റെ ഭാവമാണ് രാമണീയം. രമണീയം എന്ന് പറഞ്ഞാൽ രമണയോഗ്യമാണ് രമണീയം, അതിന്റെ തന്നെ ഭാവമാണ് രാമണീയക. അപ്പൊ താവക രാമണീയക, അങ്ങയുടെ സൗന്ദര്യം എന്നർത്ഥം. അങ്ങയുടെ സൗന്ദര്യത്തില് അത് കണ്ടിട്ട് പിന്നെ അതില് ആ സൗന്ദര്യത്തില് ഹൃദായേവ, അതില് ആകൃഷ്ട തന്നെയാണ്, അത് കണ്ട് ഭ്രമിച്ചിട്ടുള്ളവള് തന്നെയാണ്. ഹൃദ, അതുകൊണ്ട് തന്നെയാണ് താവക രാമണീക ഹൃദ ഏവ. അങ്ങനെ അങ്ങയുടെ സൗന്ദര്യത്തില് രമിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ അസ്ഥിര. ഈ ലക്ഷ്മി ഭഗവതി ആ ഭഗവാന്റെ സൗന്ദര്യത്തില് അത് കണ്ട് ഭ്രമിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിൽ അസ്ഥിര, മറ്റുള്ളവരിൽ സ്ഥിരമായിട്ട് നിൽക്കാത്തത്. മറ്റുള്ളവരോട് ഇതുപോലെയുള്ള ഇഷ്ടമില്ല, ഭഗവാനോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ സ്ഥിരമായിട്ട് നിൽക്കാത്തത്, അസ്ഥിരയായിട്ട് നിൽക്കുന്നത്. പരേഷു അസ്ഥിര ഇതി അസ്മിൻ എന്ന് പറയാൻ, എന്നിങ്ങനെ പറയാണ്, എന്ന് പറയാൻ ഇതി അസ്മിൻ എന്ന കാര്യത്തിന് അന്യത് പ്രമാണം അപി, വേറെ ഒരു പ്രമാണം കൂടി ഉണ്ട്. അന്യത് പ്രമാണം അപി, മറ്റൊരു പ്രമാണത്തെ പോലും പ്രമാണമുണ്ട്. അന്യത് പ്രമാണം അപി അധുനാ അഹം വക്ഷ്യാമി. വേറൊരു പ്രമാണമുണ്ട്, അതിനെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ അഹം വക്ഷ്യാമി, ഞാൻ പറയാൻ പോകുന്നു. എന്താണ്? യേ ജനാ, യാതൊരു ജനങ്ങളാണോ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താ. ത്വധ്യാനം, അങ്ങയുടെ ധ്യാനം, അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുക. ത്വധ്യാന ഗുണ, അങ്ങയുടെ ധ്യാനം, അവിടുത്തെ ഗുണങ്ങള്, ധ്യാനത്തില് ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണ അനുകീർത്തനം, ആ ഗുണങ്ങളൊക്കെ കീർത്തനം ചെയ്യുക. ഗുണാനുകീർത്തനത്തിലും ഒക്കെ ഗുണാനുകീർത്തന രസ, ആ ഗുണങ്ങളൊക്കെ ഇങ്ങനെ അനുകീർത്തനം ചെയ്യുന്ന സമയത്ത് ഒരിഷ്ടം ഉണ്ടാവുക. ഗുണാനുകീർത്തന രസ, ആ രസത്തിൽ അങ്ങനെ കീർത്തനം ചെയ്യുന്ന സമയത്ത് അതിനൊരു രസം ഉണ്ടാവും. അതിൽ ആസക്താഹ, അതിൽ നല്ല ഇഷ്ടമുള്ള ആൾക്കാർ, ആ രസത്തിൽ ആസക്തിയുള്ള ആൾക്കാര്, അങ്ങനെ ആസക്തിയുള്ള ആൾക്കാരായിട്ടുള്ള ഭക്താഹി ഭക്താഹ, അങ്ങനെയുള്ള ഭക്തന്മാർ എന്നർത്ഥം. അതായത് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ കീർത്തനം ചെയ്യുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ട്. ആ സുഖത്തിൽ ഇഷ്ടമുള്ള ഭക്തന്മാര് എന്നർത്ഥം. അവരെന്ത് ചെയ്യും? ആ ഭക്തന്മാര്, അങ്ങനെയുള്ള യാതൊരു ഭക്തന്മാരുണ്ടോ? അങ്ങനെയുള്ള യാതൊരു ഭക്തന്മാരാണോ ഉള്ളത്? തേഷു,
അവരിൽ, അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്, അവരിൽ തേഷു ഏഷാ ദയിതപ്രസ്താവദത്താദരാ സ്ഥിരാ ഏവ വസതി. അങ്ങനെയുള്ള ആൾക്കാര് പല സമയത്തും ലക്ഷ്മി ഭഗവതിയുടെ ദയിത പ്രസ്താവദത്താദര, ദയിത പിന്നെ ഭഗവതിയുടെ പ്രിയതമനാണല്ലോ, ദയിതനാണല്ലോ. ആ ദയിത പ്രസ്താവം അവരൊക്കെ ഭഗവാനെ കുറിച്ച്, തൻ്റെ ഭർത്താവിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന സമയത്ത്, സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്ന സമയത്തും ധ്യാനിക്കുന്ന സമയത്തും ഒക്കെ ആ പ്രസ്താവത്തില് ദത്ത ആദര, അവരെയൊക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നപ്പോ അതിനോട് ദത്ത ആദരവ് കൊടുത്തുകൊണ്ട്. ഇപ്പോ യോഗികളൊക്കെ ഭഗവാനെ കുറിച്ച് പാടുക, ധ്യാനിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭഗവാനെ കുറിച്ചാണല്ലോ. ആ ഭഗവാൻ എന്ന് പറഞ്ഞത് ഈ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവാണ്. ആ ഭർത്താവിനെ കുറിച്ച് അവർ പറയുകയും അതുപോലെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനോട് ഒരു ആദരവ് തോന്നിയിട്ട്, ആ പറയുന്നതിനോട് ഒരു ആദരവ് തോന്നിയിട്ട് ലക്ഷ്മി ഭഗവതി എന്ത് ചെയ്യും? ലക്ഷ്മി ഭഗവതി സ്ഥിരായേവ വസതി, അങ്ങനെയുള്ള ആൾക്കാരില് നിൽക്കും, അവരിൽ എപ്പോഴും നിൽക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ നിൽക്കുന്നു. എല്ലാ ഭക്തന്മാരിലും നിൽക്കില്ല, എല്ലാവരിലും നിൽക്കില്ല. ഭഗവാനെ കുറിച്ച് ആരാണോ പറയുന്നത്, ആരാണോ പാടി പുകഴ്ത്തുന്നത്, ആരാണോ ധ്യാനിക്കുന്നത്, അവരൊക്കെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട്, അവരോടുള്ള ആ ഭർത്താവിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് അതിനോട് ഒരു ആദരവ് കാണിച്ചുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നാണ്. ഇതാണ് അതിന്റെ പ്രമാണം. അല്ലാത്തവരിൽ നിൽക്കുകയേയില്ല, അസ്ഥിരയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരില് ലക്ഷ്മി ഭഗവതി സ്ഥിരയാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുന്ന സമയത്ത് അവരോട് നമുക്കും ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷെ അത് നമ്മളെ കളിയാക്കാനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലില്ല. സത്യസന്ധമായിട്ട് ആരാണോ നമുക്ക് നമ്മുടെ ഭർത്താവിനെ കുറിച്ച്, നമ്മുടെ ഭാര്യയെ കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അവരോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ആ താല്പര്യം കൊണ്ട് ലക്ഷ്മി ഭഗവതി ഭക്തന്മാരിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാത്തവരില് നിൽക്കില്ല. സമ്പത്തിന് പുറകെ പോകുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഒരിക്കലും നിൽക്കില്ല എന്ന് പറയാം. ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. അങ്ങനെ നമ്മളിപ്പോ 5 ശ്ലോകങ്ങളാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. 5 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതില് പിന്നെ ഭഗവാന്റെ രൂപം അതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭക്തി സ്വയം ഉണ്ടാവുന്നു. അത് ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. അപ്പൊ അവിടെ ഏതൊക്കെ പദങ്ങളാണുള്ളത് നോക്കാം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം പരചിദ്രസായനമയ ത്വദ്രൂപം പരചിദ്രസായനം അയം ചേതോഹരം
ശൃണ്വതാം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയതി അംഗകം വ്യാസിഞ്ചതി അപി ശീതബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഇത്രയാണ് പദങ്ങൾ വരിക. നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ചൊല്ലി ശീലിക്കാം. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം. അവിടെ ഭൂത മനോജ്ഞത ഭൂതമനോജ്ഞത ഏവം ഭൂതമനോജ്ഞത നവസുധാ നവസുധ നവസുധാ നിഷ്യന്ത നവസുധാ നിഷ്യന്ത നിഷ്യന്ത സന്തോഹനം നവസുധാ നിഷ്യന്ത സന്തോഹനം ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം. ത്വദ് രൂപം ത്വദ്രൂപം. പിന്നെ പരചിദ്രസായനമയം പരചിദ്രസായനമയം പരചിത് പരചിത് രസായനം മയം മയം രസായനമയം രസായനമയം പരചിദ്രസായന പരചിത് രദ്രസ നൗ പരചിദ്രസായനമയം പരചിദ്രസായനമയം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. പിന്നെ സദ്യ പ്രേരയത്തെ പ്രേരയത്തെ സദ്യ പ്രേരയത്തെ മതിം മദയത്തെ മതിം മദയത്തെ സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്തി അംഗകം രോമാഞ്ചയതി അംഗകം രോമാഞ്ചയത്തി ത്യ നൗ ത്യംഗകം രോമാഞ്ചയത്യംഗകം രോമാഞ്ചയത്യംഗകം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം. അടുത്ത വരി വ്യാസിഞ്ചതി അപി. അവിടെ വ്യാസിഞ്ചത്തി അപി വ്യാസിഞ്ചത്തി ത്യ നൗ വ്യാസിഞ്ചത്യപി വ്യാസിഞ്ച എന്നാണ് ഞ്ച വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈഃ ശീതബാഷ്പവിസരൈഃ. പിന്നെ ആനന്ദ മൂർച്ഛോദ്ഭവൈ ആനന്ദ മൂർച്ഛ ഉദ്ഭവൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദ വിസരൈ ആനന്ദ. അവിടെ വിസരൈ ര് ആനന്ദ വിസരൈരാനന്ദ എന്നാവും. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ഏവം ഭൂതതയാ ഹി ഏവം ഭൂതതയാ ഹി
ഏവം ഭൂതം, ഏവം ഇപ്രകാരം, ഭൂതം ഇപ്രകാരം സംഭവിച്ച, അല്ലെങ്കിൽ ഇപ്രകാരം ഉള്ള എന്നർത്ഥം. ഇപ്രകാരമുള്ള, ഉള്ളതുകൊണ്ട് എന്നർത്ഥം. ഇപ്രകാരമുള്ളത് കൊണ്ട് എന്നർത്ഥം. ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇപ്രകാരമുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഭഗവാന്റെ രൂപം, അതുപോലെ ഭഗവാനെ കാണുക, ശ്രവണം കേൾക്കുക, മനനം ധ്യാനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് കഴിഞ്ഞതിനെ കൊണ്ട് പറഞ്ഞത്. അങ്ങനെയുള്ളവരിൽ ഭഗവാൻ നിൽക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ കാരണം കൊണ്ട് തന്നെ ഏവം ഭൂതതയാഹി, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാവും? ഈ മനസ്സ്, ചിത്തം ആർദ്രീഭാവം, ചിത്തത്തിന്, മനസ്സിന് ആർദ്രീഭാവം അനുഭൂതമാവും. ആർദ്രത വരും. നമ്മുടെ മനസ്സൊന്ന് ലോലമാവും എന്നർത്ഥം. ആർദ്രത വരും. അങ്ങനെയുള്ള ആർദ്രീഭാവം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ്, അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടാണ് യോഗീശ്വരൈ ഭക്തി അഭിഹിത സ യോഗ. യോഗീശ്വരന്മാരാൽ, യോഗീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ വ്യാസൻ, നാരദൻ, അങ്ങനെയുള്ള യോഗീശ്വരന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ ആ യോഗീശ്വരന്മാരാല് ഭക്തി അഭിഹിത സ യോഗ, ഭക്തി എന്ന അഭിഹിത എന്ന പേരോട് കൂടിയതായ ആ യോഗം, അതായത് ഭക്തിയോഗം എന്നർത്ഥം. ഭക്തി എന്ന പേരോട് കൂടിയ യോഗം എന്നർത്ഥം, ഭക്തിയോഗം. ആ ഭക്തിയോഗത്തെ, ഭക്തി അഭിഹിത സ യോഗ, ആ ഭക്തി അഭിഹിതമായിട്ടുള്ള യോഗം, ആ ഭക്തിയോഗമാണ് കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്. കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, കർമ്മ ജ്ഞാനമയങ്ങളായിരിക്കുന്ന യോഗദ്വയാത്. കർമ്മ യോഗവും ജ്ഞാനയോഗവും എന്നർത്ഥം. കർമ്മയോഗം, ജ്ഞാനയോഗം, ഇങ്ങനെയുള്ള കർമ്മ ജ്ഞാനമയങ്ങളായിരിക്കുന്ന യോഗദ്വയങ്ങൾ. അപ്പൊ കർമ്മയോഗവും ജ്ഞാനയോഗവും, ഈ രണ്ട് യോഗങ്ങളെക്കാൾ കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, കർമ്മ ജ്ഞാന യോഗദ്വയങ്ങളിൽ നിന്ന്, യോഗങ്ങളിൽ വെച്ച് ഭൃശോത്തമതര, ഉത്തമതര, ഭൃശം എന്ന് പറഞ്ഞാൽ വളരെയധികം, ഉത്തമതര ഏറ്റവും അധികം ഉത്തമമാണ് എന്ന് ഗീയതേ, ഭൃശോത്തമതര ഇതി ഗീയതേ എന്ന് പാടിപ്പുകഴ്ത്തപ്പെടുന്നു, എന്ന് പറയപ്പെടുന്നു, എന്ന് പാടിപ്പുകഴ്ത്തിപ്പോരുന്നു. അതായത് യോഗീശ്വരന്മാരൊക്കെ പറയുന്നുണ്ട് എന്ത്? കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തിയോഗമാണ് എന്ന് ഈ വ്യാസൻ, നാരദൻ തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാരൊക്കെ പറയാറുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. 6ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. ഏതാ? 6ാമത്തെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ആയിക്കോട്ടെ, എന്നാ അത് പറയാം. ഏവം ഭൂതാന്നുള്ള അല്ലേ? അതെ, ഏവം ഭൂത മനോജ്ഞത അല്ലേ? ആയിക്കോട്ടെ. ഏവം ഭൂത മനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം. ഏവം ഭൂത ഇപ്രകാരമുള്ള, ഏവം ഭൂതം ഇപ്രകാരമുള്ള എന്നർത്ഥം. മനോജ്ഞത, ഏവം ഭൂത മനോജ്ഞത. മനോജ്ഞത എന്ന് പറഞ്ഞാൽ മനസ്സിന് സുഖം ഉണ്ടാവുന്ന, മനസ്സിന് നല്ല ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള മനോജ്ഞത, സൗഭാഗ്യം, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന സൗഭാഗ്യമാകുന്ന മനോജ്ഞത. പിന്നെ നവസുധ, സുധ എന്ന് പറഞ്ഞാൽ അമൃതാണ്. നവസുധ എന്ന് പറഞ്ഞാൽ നല്ല പുതിയ അമൃത് എന്നർത്ഥം. പുതിയ അമൃതാകുമ്പോൾ അമൃത് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ്. അപ്പൊ പുതിയ അമൃത് എന്നർത്ഥം, നല്ല അമൃത്. അപ്പൊ ഇപ്രകാരത്തിലുള്ള സൗഭാഗ്യം, ഇപ്രകാരം സൗഭാഗ്യമുള്ളതായ പുതിയ അമൃത്, ആ പുതിയ അമൃതിന് ഉറവിടം, അതിന് സുധാനിഷ്യന്ത സന്തോഹനം, അതിന് സന്തോഹനമായിട്ടുള്ളത്, കറക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലമായിട്ടുള്ളത്. പിന്നെയോ പരചിത് രസായനമയം, പരചിത്ത്
ആകുന്ന രസായനമയം. പരചിത് രസായനമയം. പരചിത്ത് രസായനമയം. പരചിത്ത് എന്ന് പറഞ്ഞാൽ പരചിത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം, പരമായിട്ടുള്ള ചൈതന്യം, പരബ്രഹ്മം എന്നർത്ഥം. ആ പരബ്രഹ്മമാകുന്ന രസായനം, അതൊരു രസായനമാണ്. കിട്ടാൻ എളുപ്പമല്ല. ആ രസായനം കിട്ടിയാൽ വളരെ നല്ലതുമാണല്ലോ. അതാണ് പരചിത് രസായനമയം. അങ്ങനെയുള്ള രസായനമായിട്ടുള്ളതും അർത്ഥം. പിന്നെയോ ചേതോഹരം ത്വദ്രൂപം. ചേതോഹരമായിട്ടുള്ളതും ആയ ത്വദ്രൂപം. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ചേതസ്സിന് ഹരം, മനസ്സിന് ഹരമായിട്ടുള്ള, മനസ്സിന് മനോഹരമായിട്ടുള്ള അർത്ഥം. മനോഹരവുമായിട്ടുള്ള ത്വദ്രൂപം, അങ്ങയുടെ രൂപം. ത്വദ്രൂപം ശൃണ്വതാം മതിം. ശൃണ്വതാം മതിം, കേൾക്കുന്നവരുടെ, ഈ ഭഗവാന്റെ കഥകള് കേൾക്കുക അല്ലെങ്കിൽ സ്വരൂപം കാണുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെയൊക്കെ ആ രൂപത്തെ കേൾക്കുന്ന, അത് മനസ്സിലാക്കുന്ന എന്നർത്ഥം. അവരുടെയൊക്കെ മതിം, അവരുടെയൊക്കെ മതിയെ, ബുദ്ധിയെ, അവർക്കൊക്കെ മനസ്സിനെ, മതിം സദ്യ പ്രേരയത്തെ, അവർക്കൊക്കെ ഒരു പ്രേരണ ഉണ്ടാക്കും. എന്ത്? ഈ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഈ രൂപത്തെ കാണുക, കേൾക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത്, ആ കേൾക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ, കഥകൾ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ, ധ്യാനങ്ങൾ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാടിപ്പുകഴ്ത്തുന്നത് കേൾക്കുന്ന സമയത്തോ ഒക്കെ തന്നെ അറിയാതെ സദ്യ പ്രേരയതെ, പെട്ടെന്ന് തന്നെ പ്രേരിപ്പിക്കപ്പെടുന്നു. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കപ്പെടും അവരൊക്കെ. ആ ജനങ്ങളൊക്കെ, അവർക്കൊക്കെ ഒരു പ്രേരണ ഉണ്ടാവും. എന്നിട്ടോ മദയത്തെ, പ്രേരിപ്പിക്കപ്പെട്ടിട്ട് മദയത്തെ, അവരറിയാതെ തന്നെ അതിൽ മതിച്ചു പോകും. ആ ഭഗവാന്റെ രൂപത്തിനോടൊരു താല്പര്യമുള്ളവരായി മാറും. മതിം മദയത്തെ, അവര് വിചാരിക്കണ്ട എനിക്ക് ഭഗവാനോട് താല്പര്യം ഉണ്ടാവണം എന്ന് അവർ വിചാരിക്കണ്ട. ഭഗവാന്റെ ഈ കഥകള്, കവിതകള്, ശ്ലോകങ്ങള്, ധ്യാനങ്ങള് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാതെ ഒരു താല്പര്യം ഉണ്ടായി വന്നു പോകും. മതിം മദയത്തെ, എന്നിട്ടെന്താ? ആ താല്പര്യം ഉണ്ടാവുക മാത്രല്ല, അംഗകം രോമാഞ്ചയതി, അംഗങ്ങളൊക്കെ രോമാഞ്ചിതമായി മാറും. അംഗകം രോമാഞ്ചയതി. അംഗകം, അംഗം എന്നുള്ള അർത്ഥം തന്നെയാണ് അംഗത്തോട് കൂടിയത്. അംഗങ്ങൾ കൂടിയതാണ് അംഗകം. അംഗകം രോമാഞ്ചയതി, ശരീരം മുഴുവൻ, ദേഹം മുഴുവനും രോമാഞ്ചയതി, രോമാഞ്ചമടിയും. പിന്നെയോ അംഗകം രോമാഞ്ചയതി ആനന്ദമൂർച്ഛോദ്ഭവൈ. ആനന്ദമൂർച്ഛ, ആനന്ദം, സന്തോഷം, അതിന്റെ മൂർച്ഛ. ആനന്ദം ഏറ്റവും കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. ആനന്ദം കൊണ്ട് അടക്കാൻ പറ്റാത്ത ആനന്ദം എന്നർത്ഥം. ആനന്ദം ഏറ്റവും മൂർച്ഛിച്ച സമയം, സന്തോഷം ഏറ്റവും അധികമായി കഴിഞ്ഞാലുള്ള അവസ്ഥ. ആനന്ദമൂർച്ഛയെങ്കിൽ, അടക്കാനാവാത്ത ആനന്ദം ഉണ്ടാവുന്ന സമയത്ത് അവരോ ശീതബാഷ്പ വിസരൈ. ശീതബാഷ്പ വിസരങ്ങൾ, ശീതം തണുത്ത, നല്ല കുളിർത്ത, ബാഷ്പ വിസരൈ. ബാഷ്പം എന്ന് പറഞ്ഞാല് ആനന്ദബാഷ്പം, കണ്ണുനീര്. അങ്ങനെ നല്ല തണുത്ത കണ്ണുനീര്, ആ കണ്ണുനീരിൽ അങ്ങനെ അവര് വ്യാസിഞ്ചതി, അവര് മുങ്ങും എന്നർത്ഥം. ആറാടും, അവരതിൽ മുങ്ങിക്കുളിക്കും, ആറാടുന്നു എന്നർത്ഥം. അപ്പൊ ഈ ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് അതിനെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആ രൂപം ഇങ്ങനെ കാണുന്ന സമയത്ത് അറിയാതെ തന്നെ ഓരോ ആൾക്കാരിലും ആ ഭഗവാനോടുള്ള ഇഷ്ടം കൂടി വരുന്നു. കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത്, അറിയുന്ന സമയത്തൊക്കെ ആ ഭഗവാനോടുള്ള ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടത്തിന്റെ ഫലമായിട്ട് അറിയാതെ തന്നെ അവരുടെ ശരീരത്തില് രോമാഞ്ചമുണ്ടാവുന്നു. അവര് ആനന്ദ കണ്ണുനീര് അവർക്കുണ്ടാവുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഭക്തി വരുന്ന സമയത്തുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം
ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദ മൂർച്ഛോദ്ഭവൈ. അപ്പൊ അങ്ങനെ 6ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കേണ്ടത്. 7ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്വയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകരിഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിത യോഗ സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതര യോഗീശ്വരൈ ഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകരിഷാത്മിക ഭക്തി നിശ്രമം ഏവ വിശ്വപുരുഷൈ ലഭ്യ രമാവല്ലഭ. ഇങ്ങനെയാണ് പദങ്ങൾ വരിക. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഏവം ഭൂതതയാ ഭൂതതയാ ഏവം ഭൂതതയാ ഹി ഭക്തിയഭിഹിതോ ഭക്തിയ അവിടെ ഭക്തി അഭിഹിത ഭക്തി അഭിഹിത കൂടി വരുമ്പോഴാണ് കൂടി വന്നിട്ടുള്ള ഒറ്റപ്പതാണ് ഭക്തി അഭിഹിത. ഭക്തി അഭിഹിത അത് ഭക്തി അഭിഹിതോ എന്നാവുകയാണ്. ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിതോ യോഗ സ അവിടെ യോഗസ സ എന്നുള്ള വിസർഗം ലോപിക്കും. യോഗസ യോഗദ്വയാത് യോഗസ്സ യോഗദ്വയാത് ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ ഭൃശ ഉത്തമതര ഭൃശ ഉത്തമതര ഭൃശോത്തമതരോ ഭൃശോത്തമതരോ യോഗീശ്വരൈ ഗീയത്തെ അവിടെ യോഗീശ്വരൈ എന്നുള്ള വിസർഗം എന്നാവും. യോഗീശ്വരൈർഗീയത്തെ കർമ്മജ്ഞാനമയാ ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈകരസാത്മകെ അവിടെ സൗന്ദര്യ ഏക രസ ആത്മക സൗന്ദര്യ ഏക സൗന്ദര്യൈക സൗന്ദര്യ ആ ഏ കൂടുന്ന സമയത്ത് ഐ എന്നാവും. ആ ഏ കൂടുമ്പോ ഐ. സൗന്ദര്യൈക രസാത്മകേ രസാത്മ ത്മ സൗന്ദര്യൈക രസാത്മകേ. പിന്നെ ത്വയി അവിടെ അതെ ത്വയിന്ന് പോരാ തോന്ന് പോരാ ത്വയി എന്ന് ചൊല്ലിയാ പോരാ. ത്വയി ത്വയി ഖലു ത്വയി ഖലു സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകരിഷാത്മിക പ്രേമപ്രകരിഷാത്മിക കർഷ അത് കർഷ എന്ന് ചെല്ലുന്നതിന് പകരം കരിഷ എന്ന് ചെല്ലുകയാണ്. ഒരു കുറച്ചൊരു ലഘൂകരിച്ചുകൊണ്ട് പ്രേമപ്രകരിഷാത്മിക
സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകരിഷാത്മിക. പിന്നെ ഭക്തി നിശ്രമം. അവിടെ ഭക്തി എന്നുള്ള വിസർഗം ഭക്തിർ നിശ്രമം, ഭക്തിർ നിശ്രമം. പിന്നെ അടുത്തത് ഏവ, നിശ്രമം ഏവ, നിശ്രമമേവ, ഭക്തിർ നിശ്രമമേവ. വിശ്വപുരുഷൈ, അത് വിശ്വപുരുഷൈർ എന്നായി മാറി. ലഭ്യ, വിശ്വപുരുഷൈർ ലഭ്യ രമാവല്ലഭ, വിശ്വപുരുഷൈർ ലഭ്യ രമാവല്ലഭ. ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യ രമാവല്ലഭ. ഇതാണ് അതിൻ്റെ അകത്തുള്ള ഓരോരോ പദങ്ങള്. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥമാണ് നോക്കേണ്ടത്. ഏവം ഭൂതതയാഹി, നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്രകാരമൊക്കെ സംഭവിച്ചത് കൊണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഭക്തി വന്നു തുടങ്ങുകയാണല്ലോ. അപ്പൊ ഭക്തി വരുന്ന സമയത്താണ് ഓരോരോ ആൾക്കാർക്കും പിന്നെ അവരുടെ ആനന്ദം ഉണ്ടാവുക, ആനന്ദമൂർച്ച ഉണ്ടാവുക. ആ സമയത്താണ് രോമാഞ്ചം ഉണ്ടാവുക, ആനന്ദമൂർച്ച ഉണ്ടാവുക, പിന്നെ കണ്ണുനീരുണ്ടാവുക. ഇതൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഏവം ഭൂതതയ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്നാണ്. അതായത് മനസ്സ് ആർദ്രമായി മാറിയ അവസ്ഥയിൽ എന്നർത്ഥം. അങ്ങനെ ഉണ്ടാവുമ്പോ, അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് എന്നർത്ഥം. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് യോഗീശ്വരൈ, വ്യാസൻ, നാരദൻ തുടങ്ങിയ യോഗീശ്വരന്മാരാൽ ഭക്തിയഭിഹിത സഹ യോഗ, ഭക്തി എന്ന പേരോടുകൂടിയതായ ആ യോഗം, ഭക്തിയോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്, കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭൃശോത്തമതര ഇതി ഗീയതേ, ഭൃശോത്തമതരമാണ് എന്ന് പറയപ്പെടുന്നു. അവര് പാടിപ്പുകഴ്ത്തുന്നു. ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത് എന്ന് അവര് പാടിപ്പുകഴ്ത്തിപ്പോരുന്നുണ്ട്. അതാണ് ഏറ്റവും അത്യുത്തമം എന്ന് പാടിപ്പുകഴ്ത്തിപ്പോകുന്നു. ഹേ രമാവല്ലഭ, അല്ലയോ ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭനായിട്ടുള്ള രമാവല്ലഭ, ശ്രീ വല്ലഭ, ശ്രീ ഭഗവതിയുടെ വല്ലഭൻ ആയിട്ടുള്ള ഭഗവാനെ. സൗന്ദര്യ ഏകരസാത്മകേ ത്വയി ഖലു, സൗന്ദര്യത്തിന്റെ ഏകരസാത്മകം, സൗന്ദര്യം എന്ന ഒരേ ഒരു രസം ആകുന്ന സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന സമയത്ത് എന്താണ്? സൗന്ദര്യത്തിന്റെ ആ ഒരേ ഒരു രസമാണ് ഭഗവാന്റെ ശരീരത്തിലുള്ളത്. ഏറ്റവും ഭംഗിയുള്ള ശരീരം എന്നർത്ഥം. സൗന്ദര്യത്തിന്റെ നിറകുടം എന്നൊക്കെ പറയില്ലേ, അതേപോലെ സൗന്ദര്യൈകരസാത്മകേ ത്വയി, അങ്ങനെയുള്ള ആ ശരീരത്തോടു കൂടിയ ഭഗവാനിൽ, ത്വയി അങ്ങനെയുള്ള അങ്ങയിൽ, പ്രേമപ്രകരിഷാത്മിക ഭക്തി, പ്രേമ പ്രകരിഷാത്മികമായിട്ടുള്ള, പ്രേമ പ്രകരിഷാത്മിക ഭക്തി, പ്രേമ പ്രകരിഷ പരമ ഏറ്റവും അധികം പ്രകരിഷമായിട്ടുള്ള, പ്രേമത്തിന്റെ പ്രകരിഷാത്മികമായിട്ടുള്ള ഭക്തി, ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുന്ന, ആനന്ദമുണ്ടാവുന്ന തരത്തിലുള്ള ഭക്തി. അത് വിശ്വപുരുഷന്മാരാൽ, വിശ്വപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ വിശ്വത്തിലുള്ള പുരുഷന്മാരാണ് വിശ്വപുരുഷന്മാര്, സാധാരണക്കാര് എന്നർത്ഥം. ആ സാധാരണക്കാരൊക്കെ തന്നെ ആ ഭക്തിയെ നിശ്രമം ഏവ ലഭ്യ, അവർക്കൊക്കെ ഒരു കൂടുതൽ പ്രയത്നമൊന്നുമില്ലാതെ തന്നെ ആ ഭക്തി അവർക്ക് ഉണ്ടാവുന്നു എന്നർത്ഥം. സാധാരണക്കാർക്ക് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാനെ കണ്ടാൽ തന്നെ മതി, എല്ലാവർക്കും ഭക്തി ഉണ്ടാവും എന്നാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പോലും ആ ഭഗവാനെ കണ്ടാൽ ഭക്തി ഉണ്ടാവും. ആ ഭഗവാന്റെ രൂപം കണ്ടാൽ, ആ ഭഗവാന്റെ ആ സൗന്ദര്യം മാത്രം മതി ഏതൊരു ജനങ്ങൾക്കും ഭഗവാനോട്, സാധാരണക്കാർക്ക് പോലും ഭഗവാനോട് ഭക്തി ഉണ്ടാവാൻ എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. ചപലത, ഈ ചപലയാണ് പൊതുവെ ലക്ഷ്മി ഭഗവതി. അങ്ങനെയുള്ള ഭഗവാന്, ആ ഭഗവതിക്ക്
ഭഗവാനോടും വളരെയധികം ഇഷ്ടമാണ്. ഭഗവാനെ ഇപ്പൊ ഗുരുവായൂരപ്പനെ കുറിച്ചാണ് ഇവിടെയൊക്കെ പറയുന്നതൊക്കെ. ആ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുത് വന്നാൽ തന്നെ ഈ ലോകത്തിന് മുഴുവൻ വശ്യമായിട്ടുള്ള ആ ഭഗവാന്റെ സ്വരൂപം, ആ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കാണാൻ ഇടവന്നാൽ തന്നെ അറിയാതെ ഭക്തി ഉണ്ടാവും. ആ ആള് ഭക്തിമാനായിട്ട് മാറും, ഭഗവാന്റെ ഭക്തനായിട്ട് മാറും എന്നൊരു സൂചനയും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഏതായാലും കർമ്മയോഗം, ജ്ഞാനയോഗം ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തി യോഗമാണ് എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെച്ചു. നമുക്ക് ഏതായാലും ഇനിയും 2 ശ്ലോകങ്ങളുണ്ട്. അതിപ്പോ തൽക്കാലം ഇപ്പൊ പറയുന്നില്ല. പിന്നെ അത് അടുത്ത ഒരു ശനിയാഴ്ച പറ്റുമെങ്കിൽ നോക്കാം. ഏതായാലും എല്ലാവരും കൂടിക്കോളൂ. പറ്റുന്ന ശനിയാഴ്ചകളിൽ ഞാനും കൂടിയിട്ട് ആ 2 ശ്ലോകങ്ങളും കൂടി തീർക്കാം. അപ്പൊ നമുക്ക് ഇത് വെറുതെ ഒന്ന് ചൊല്ലി നോക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദിപ്രം ഭജേ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. തത്താദൃങ്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദചാപലബലാചാപല്യ വാർത്തോദഭൂത്. ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. ഏവം ഭൂതമനോജ്ഞതാമവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യഃ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാദൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകരിഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. അപ്പൊ ഇത്രയും ആയിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.